ഏത് വർഗീയതയെ പറയുമ്പോഴും ആ വർഗീയതയാണ് എതിർക്കുന്നത്, ഒരു ജനവിഭാഗത്തെയല്ല. ഇപ്പോൾ RSSനെ എതിർക്കുന്നു, ഞങ്ങൾ ഹിന്ദുക്കളെയാണോ എതിർക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നു, മുസ്ലിമിനെയാണോ എതിർക്കുന്നത്? SDP എതിർക്കുന്നു, മുസ്ലിമിനെയാണോ എതിർക്കുന്നത്? ഞങ്ങൾ പറയുന്നത് തീർച്ചയായും കേരളത്തിലെ മതനിരപേക്ഷത ശക്തിപ്പെടുത്താനാണ്. ഞങ്ങൾക്ക് ഒരേ നിലപാടേ ഉള്ളൂ. ഇപ്പോൾ മാറാട് കലാപത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അന്നത്തെ മുഖ്യമന്ത്രി അവിടെ സന്ദർശിക്കാൻ പോവുക. അപ്പോൾ ഒരു സംഘം, അത് RSS ആണ്, അവർ നിബന്ധന വെക്കുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴുള്ള മന്ത്രി വരാൻ പാടില്ല. അത് എല്ലാവർക്കും അറിയാം, കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. എന്തിനാണ് കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി അങ്ങനെയൊരു നിലപാടെടുത്തത്? അതാണ് UDFൻ്റെ രീതി. UDF വർഗീയതയെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അവിടെ കാണാൻ കഴിയുന്നത്. UDFൻ്റെ നിലപാടുകളുടെ ഭാഗമായാണ് വർഗീയ പ്രശ്നങ്ങൾ ആളിക്കത്തുന്ന നിലയുണ്ടായത്, വർഗീയ സംഘർഷങ്ങൾ വ്യാപിച്ചത്. വർഗീയ സംഘർഷങ്ങളെ നേരിടുന്നതിൽ കൃത്യതയാർന്ന നിലപാട് അന്ന് UDFന് സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ശേഷിയുള്ളതും ശേഷി ഉണ്ടായിരുന്നതുമായ സംസ്ഥാനങ്ങളിലൊക്കെ വർഗീയതയെ പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ട കോൺഗ്രസ് ഈ കാലത്തെ നമ്മുടെ ബോധ്യമാണ്. ഇടതുപക്ഷം തീർത്ത പ്രതിരോധത്തിലാണ് കേരളം വർഗീയതയെ ചെറുത്തുകൊണ്ട് നിൽക്കുന്നത്. ഈ തർക്കമറ്റ വസ്തുതയ്ക്കുമേൽ കളവായ പ്രചാരണത്തിലൂടെ തെറ്റിദ്ധാരണ പരത്താനുള്ള വലിയ പ്രചാരവേലയും ഈ കാലത്തെ നമ്മുടെ ബോധ്യമാണ്. വസ്തുതകൾ കൊണ്ട് ഇത്തരം അപനിർമ്മിതികളെ തുറന്നു കാട്ടുകയാണ് ചെയ്യേണ്ടത്. UDF ഭരിക്കുമ്പോൾ വർഗീയ കലാപങ്ങളും സംഘർഷങ്ങളും കേരളത്തിൻ്റെ അനുഭവമാണ്. മാറാട് കലാപം കേരളത്തിന് മുന്നിൽ ഒരു പാഠമാണ്. എന്നാൽ LDF ഭരിക്കുമ്പോൾ കേരളം വർഗീയ കലാപങ്ങളും സംഘർഷങ്ങളും ഇല്ലാത്ത നാടായി നിൽക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇവരൊക്കെ കേരളം വിട്ടുപോയതുകൊണ്ടല്ല, തലപൊക്കാൻ അനുവദിക്കാത്തതുകൊണ്ടാണ്. വർഗീയതയെ ചെറുക്കുന്ന ആ ഇടതുപക്ഷത്തിനെതിരെ നടക്കുന്ന കളവായ പ്രചാരണത്തിൻ്റെ കൃത്യമായ ഒരു തെളിവ് ഓർമ്മിപ്പിക്കാം. ഇടത് ഹിന്ദുത്വ, ഇത് പ്രചരിപ്പിച്ചവരെ ഓർമ്മയില്ലേ? ഇത്തരം പ്രചാരണങ്ങൾക്കിടെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുകയാണ് മുഖ്യമന്ത്രി. മുസ്ലിം ലീഗിനെ കണക്കിന് വിമർശിച്ച കോൺഗ്രസ് നേതാക്കൾ എത്ര പേരാണ്? CK ഗോവിന്ദൻ നായർ മുതൽ VD സതീശൻ വരെ. പക്ഷേ അവരുടെ വിമർശനം മുസ്ലിം സമുദായത്തിനെതിരെ എന്നാരും പറഞ്ഞിട്ടില്ല. ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണെന്നും സംഘടിത ശക്തി ഉപയോഗിച്ച ആനുകൂല്യങ്ങൾ നേടുന്നുവെന്ന് പറഞ്ഞതും മുഖ്യമന്ത്രിയായിരിക്കെ AK ആന്റണിയാണ്. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തെ സമുദായത്തിനെതിരാണെന്ന പ്രതീതി പരത്താൻ ശ്രമിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും എതിർക്കുന്നത് എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധമാവുക? RSSനെ എതിർത്താൽ എങ്ങനെ ഹിന്ദുവിന് എതിരെയുള്ള എതിർപ്പാകും? മുഖ്യമന്ത്രിയുടെ ചോദ്യം ഈ കാലത്ത് പ്രസക്തമാണ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് SK സജീഷ് CPIM, റോണി K ബേബി കോൺഗ്രസ്, A സജീവൻ മാധ്യമപ്രവർത്തകൻ. ശ്രീ റോണി K ബേബി കോൺഗ്രസ് വക്താവാണ് ഈ ചർച്ചയിൽ ഉള്ളത്. അതുപോലെ ശ്രീ സജീവനും അതുപോലെ ശ്രീ SK സജീഷും നമ്മൾക്കൊപ്പം ചേരുകയാണ്. റോണി, ഇപ്പോൾ പുനർജനിയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ പുറത്തു വന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ്റെ MLA ആയിരിക്കുന്ന ആ കാലത്തെ യാത്രയടക്കമുള്ള ആ യാത്രയുടെ വിശദാംശങ്ങൾ, അതിന് നൽകിയ അനുമതി, ഈ രീതിയിൽ അവിടെ പോയി പ്രസംഗിക്കാനോ പണം പിരിക്കാനോ ആഹ്വാനം ചെയ്യാനോ ഒക്കെ ശേഷിയുള്ളതായിരുന്നോ അനുമതി എന്നൊക്കെ ചോദ്യങ്ങളുണ്ട്. അതൊക്കെ ഉയരുന്ന ആ യാത്രയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതേക്കുറിച്ച് ചോദിച്ചാൽ പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി എങ്ങനെയാണ്? പേടിച്ചു പോയെന്ന് പോയി പറഞ്ഞേക്ക് എന്ന തരത്തിലേക്കുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നോക്കൂ. വർഗീയതയ്ക്കെതിരായ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളെ, ചെറുത്തുനിൽപ്പിനെ വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കും വിധത്തിലേക്കുള്ള തീർത്തും കളവായ പല പ്രചാരണങ്ങളും നടന്നു വരുന്നൊരു കാലത്ത് വസ്തുതകൾ നിരത്തി കാര്യങ്ങൾ വിശദീകരിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഇക്കാര്യത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകൾ വിശദമായി തന്നെ പറഞ്ഞും വെച്ചല്ലേ മുഖ്യമന്ത്രി പോകുന്നത്? കേരളത്തിന് മുമ്പിൽ ഇതൊരു താരതമ്യമല്ലേ? പ്രശ്നങ്ങൾ വന്നാൽ, ചോദ്യങ്ങൾ വന്നാൽ അതിന് ശരിയായ മറുപടി എന്നുള്ളതല്ലേ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? പകരം ഇത്തരം ശൈലിയാണോ? ഈ ശൈലിയടക്കം ജനങ്ങൾ താരതമ്യം ചെയ്യില്ലേ? ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഈ വിമർശനങ്ങളിൽ, കോൺഗ്രസ് വിമർശനങ്ങളിൽ, മാറാടക്കം ചൂണ്ടിക്കാട്ടി പറഞ്ഞ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ കോൺഗ്രസിനാകുമോ? ഇന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ഒരു തെരഞ്ഞെടുപ്പിന് കേരളം ഒരുങ്ങുകയാണ്, സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ അതായിരിക്കും
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ പത്രസമ്മേളനത്തിൽ പറയാൻ പോകുന്നത് എന്നാണ് പ്രതീക്ഷിച്ചത്. ആദ്യത്തെ അരമണിക്കൂർ പക്ഷേ അതായിരുന്നു റോണി. മുഖ്യമന്ത്രിക്ക് ആദ്യത്തെ പക്ഷേ അരമണിക്കൂറിൽ കേരളത്തിന്റെ പൊതുമേഖല രാജ്യത്ത് തന്നെ ഏറ്റവും മികവോടെ മുന്നോട്ട് പോയത്, UDFന്റെ കാലത്ത് മുരടിച്ചു പോയത്, ആസൂത്രണ കമ്മീഷനെ, കേന്ദ്ര പ്ലാനിംഗ് ബോർഡിനെ ഇല്ലാതാക്കിയത്, അതിനെ കേരളം ചേർത്ത് പിടിച്ചു നിർത്തിയത്, അതിൽ നിരവധിയായ വിഷയങ്ങൾ അരമണിക്കൂർ അദ്ദേഹം ഇത് ചോദ്യങ്ങളിൽ നിന്നാണ്, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്നാണ് റോണി. അത്തരം ഒരു ക്ലാരിറ്റി വേണമല്ലോ. പറയുന്നത് താങ്കൾ ഒരുപക്ഷെ കാണാത്തതുണ്ടാകും. ആദ്യത്തെ അരമണിക്കൂറിലധികം സമയം അത് തന്നെയായിരുന്നു. പറഞ്ഞോളൂ. ഭരണത്തെക്കുറിച്ച് പത്രസമ്മേളനം മുഴുവൻ കണ്ട ആളാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പില് അല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്ന് താങ്കൾ പറയുമോ? ഇല്ല, മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ്. ക്ലിയർ. ഞാൻ അതിന്റെ തുടർഭാഗം ഞാൻ പറയാം. മതി, പറഞ്ഞു. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും കൈരളി TV ഇന്ന് ചർച്ച ചെയ്യേണ്ടിയിരുന്നത് മുഖ്യമന്ത്രി അങ്ങ് പറഞ്ഞതുപോലെ അരമണിക്കൂറിനകം പറഞ്ഞ ഭരണ നേട്ടങ്ങളായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് പരാമർശിക്കാതെ 25 വർഷം മുമ്പ് നടന്ന മാറാട് കലാപത്തെ വീണ്ടും എവിടേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഒരു അജണ്ട സെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ലക്ഷ്യം. അതെ, യെസ്, ക്ലിയർ ആയി കാര്യം. റോണി, പുനർജനിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചാൽ പ്രതിപക്ഷ നേതാവ് പേടിച്ചെന്ന് പോയി പറഞ്ഞേക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വ്യക്തമാണ്. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയോട് നിങ്ങൾ പോയി പറഞ്ഞേക്ക്, ഞാനങ്ങ് പേടിച്ചു പോയി. ഇതല്ലല്ലോ മറുപടി. ഇവിടെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ വർഗീയതയ്ക്കെതിരായ കേരളത്തിൻ്റെ നാളിതുവരെയുള്ള പോരാട്ടം, അതിൽ മുൻപന്തിയിൽ നിന്നത് ആരാണ്, അതിനെ എങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? മാറാട് കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി RSS പറയുന്നത് കേട്ട് അന്നത്തെ കൂടെ മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടിയെ ഗസ്റ്റ് ഹൗസിൽ ഇരുത്തിയിട്ട് പോയതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. പറയൂ. ഏതൊക്കെയാലും ഇന്ന് CPMന്റെ നേതാവായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കോൺഗ്രസിനെ വർഗീയതയുമായി ബന്ധിപ്പിച്ച് പരാമർശം നടത്തുമ്പോൾ ഇത് ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്, ആദ്യം CPIയോട് ചോദിച്ചത്. CPIയുടെ ചില പ്രസ്താവനകൾ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. CPIയുടെ സംസ്ഥാന സമിതി യോഗത്തിൽ ഉൾപ്പെടെ ഉണ്ടായ പരാമർശങ്ങൾ ഇവിടെ കൃത്യമായി തന്നെ പുറത്തു വരികയുണ്ടായി. അതിനകത്തൊക്കെ പറഞ്ഞത് എന്താ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരാളെ കാറിൽ കയറ്റിക്കൊണ്ട് നടക്കുന്നുണ്ട്. കേരളത്തിൽ ഇത്രമാത്രം വർഗീയ വിഷം വിതയ്ക്കുന്നത്, വർഗീയത തുപ്പുന്ന ആ നേതാവിനെ മുഖ്യമന്ത്രി എന്തിനാണ് കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് എന്ന് ചോദിച്ച പാർട്ടിയുടെ പേര് CPI ആണ്. ആ CPI എന്ന് പറയുന്നത് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. റോണി, അത് ദിവസങ്ങൾക്ക് മുമ്പ് വന്നു, അത്തരം ചില വാർത്തകൾ വന്നു. അതേക്കുറിച്ച് ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോട് സംസാരിച്ചു. ആ വാർത്ത ആ നിലയിൽ ചർച്ച ചെയ്തു. ഞാൻ മണിക്കൂറുകൾക്ക് മുമ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രസക്തമായ ചില പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചല്ലോ, പറഞ്ഞു വെച്ചല്ലോ. അതിലാണ് ഞാൻ ചോദിച്ചത്. അതിന് ഇന്ന് പറഞ്ഞത് അടക്കമുള്ള പ്രസക്തമായ കാര്യങ്ങൾക്ക് കോൺഗ്രസിന്റെ മറുപടി എന്താണ്? അത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്. ശരി, അങ്ങനെയെങ്കിൽ ഇന്നലെ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചോദിക്കാമല്ലോ. ബഹുമാനപ്പെട്ട AK ബാലൻ, CPMന്റെ സമ്മതിദാന നേതാവ്, കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് അങ്ങേക്ക് പറയാൻ കഴിയുമോ? എന്താ AK ബാലൻ പറഞ്ഞത്? സംഘപരിവാർ പോലും പറയാത്ത, RSS പോലും പറയാത്ത വർഗീയതയല്ലേ AK ബാലൻ പറഞ്ഞത്? നേരിട്ട് കാര്യത്തിലേക്ക് വരൂ. ഇന്ന് മുഖ്യമന്ത്രി പ്ലീസ് റോണി, നിങ്ങൾ ഇന്നലെ പറഞ്ഞിടത്ത് നിൽക്കണ്ടെന്ന്, ഇന്നലെ പറഞ്ഞിടത്ത് മാത്രം നിൽക്കണ്ട. മുഖ്യമന്ത്രിയോട് ഇതടക്കം ചോദ്യം വന്നു. അപ്പോഴാണ് അദ്ദേഹം മാറാട്, അതിൻ്റെ ആ കാലത്തുണ്ടായ സംഭവങ്ങളും വർഗീയതയെ ചെറുക്കുന്നതിൽ കൃത്യമായ നിലപാടിന് UDFന് ഇല്ലാത്തതും അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നും, എന്നാൽ കൃത്യമായ നിലപാട് LDFനുണ്ടെന്നും, അതിനർത്ഥം ഈ കൂട്ടരൊന്നും ഇവിടുന്ന് അങ്ങ് കേരളം വിട്ടു പോയി എന്നല്ല എന്നും, അവരെ പക്ഷേ തലപൊക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അവിടെയാണ് പറഞ്ഞത് മുഖ്യമന്ത്രിയായിരിക്കെ ആന്റണി RSSന്റെ വാക്കും കേട്ട് കുഞ്ഞാലിക്കുട്ടിയെ മാറാടേക്ക് കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ വിഷയമടക്കം അവതരിപ്പിച്ചുകൊണ്ട് കൃത്യമായ നിലപാടില്ല എന്ന് പറഞ്ഞു വെച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനോട് കണക്ട് ചെയ്ത് സംസാരിച്ചോളൂ, പറയൂ. മാറാട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. അത് അവിടെ സെക്രട്ടേറിയറ്റിലും നിയമസഭയുടെ ലൈബ്രറിയിലും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ കയ്യിലൊക്കെ ഉണ്ടെന്ന് പരിശോധിക്കുക. ആ മാറാട് കലാപത്തിൽ, ഒന്നാം മാറാട് കലാപത്തിലും രണ്ടാം മാറാട് കലാപത്തിലും പ്രതികളായി ചാർത്തപ്പെട്ടവരുടെ പട്ടികയും അവരുടെ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള ബന്ധവുമുണ്ട്. അതിനകത്ത് പരിശോധിക്കുക. CPMകാർ എത്ര പേരുണ്ട്, കോൺഗ്രസ്സുകാർ എത്ര പേരുണ്ട്. എന്നിട്ട് നിങ്ങൾ ആരോട് ഉന്നയിക്ക് മാറാട് കലാപത്തിന്റെ കൃത്യമായി പറയാം. മാറാട് കലാപത്തിന് ശേഷം കേരളത്തിൽ ഒരു കലാപം ഉണ്ടാകാത്തതിന്റെ ക്രെഡിറ്റ് CPMന് മാത്രമാണ് എന്ന് ബഹുമാനോട് മുഖ്യമന്ത്രി പറയേണ്ട. 2011 മുതൽ 5 വർഷം കേരളം ഭരിച്ചത് കോൺഗ്രസിന്റെ ഗവൺമെന്റാണ്, UDFന്റെ ഗവൺമെന്റാണ്. ഏതെങ്കിലും ഒരു കലാപം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ കലാപം ഇപ്പോൾ ഒരു ഉണ്ടാകുന്നില്ല. പക്ഷേ അതിനേക്കാൾ ഭീകരമായ രീതിയിൽ കേരള രാഷ്ട്രീയം വളരെ ഗൗരവത്തോടെ ശ്രവിച്ച ഒരു കാര്യമാണ്. AK ആന്റണി, പിണറായി മുഖ്യമന്ത്രിയെ പോലെ അക്കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി, ഇതുകൂടി മാത്രം അദ്ദേഹത്തിൻ്റെ മന്ത്രി, വളരെ പ്രധാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയെ മാറാട്ടേക്ക് കൊണ്ടുപോകാതെ മുമ്പ് പറഞ്ഞതുപോലെ RSSന്റെ വാക്ക് കേട്ട് പോയതിനെക്കുറിച്ച് മുഖ്യമന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ പിണറായി ഉത്തരവാദിത്വത്തോടെ പറഞ്ഞു വെച്ചു. കോൺഗ്രസിനെ സംബന്ധിച്ചും എന്തു മറുപടി? എന്താണ് അങ്ങനെ ചെയ്തത്?
ശ്രീ റോണി കെ ബേബി ഈ ചർച്ചയിൽ അതിന് മറുപടി പറയണമല്ലോ. പറയാമല്ലോ. അന്ന് ബഹുമാനപ്പെട്ട AK ആന്റണിയുടെ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയെ കൂടാതെ ഏകദേശം 17-18 മന്ത്രിമാര് ബാക്കിയുണ്ടായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം മാത്രം നിങ്ങൾ എടുത്ത് സംസാരിക്കുന്നത്? മറ്റേതെങ്കിലും ഒരു മന്ത്രിയെ AK ആന്റണി കൂടെ അവിടെ കൊണ്ടുപോയോ? മുഖ്യമന്ത്രി പോകുന്നിടത്തല്ല മന്ത്രിമാരെ മുഖ്യമന്ത്രി പറഞ്ഞതല്ല, അവിടെ ഉണ്ടായിട്ടും അദ്ദേഹത്തെ അവിടെ ഇരുത്തി കൊണ്ടുപോയില്ല. കൊണ്ടുപോകാത്തതിന് കാരണം RSSന്റെ ഡിമാൻഡ് അംഗീകരിച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടുപോകാതിരുന്നു. കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞ് 17 പേരിലെ ഒരു മന്ത്രി മാത്രമാണെന്നൊക്കെ റോണി പറഞ്ഞാൽ റോണിക്ക് ആശ്വസിക്കാം. പക്ഷേ കുഞ്ഞാലിക്കുട്ടി എന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവ്, ആ മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ടയാൾ, ഘടകകക്ഷിയിലെ പ്രധാനപ്പെട്ടയാൾ, മാറാട് പോലൊരു സ്ഥലത്തുണ്ടായ പ്രശ്നങ്ങളിൽ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രദേശത്ത് ഇങ്ങനെ സംഭവിച്ചു എന്നാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറഞ്ഞത്. ശ്രീ AK ആന്റണി അങ്ങനെ ചെയ്തു എന്നാണ് പറഞ്ഞത്. RSSന്റെ ഡിമാൻഡ് അംഗീകരിച്ച കേരളത്തിൽ ഒരേ ഒരു മുഖ്യമന്ത്രിയേ ഉള്ളൂ. ആ മുഖ്യമന്ത്രിയുടെ പേര് ശ്രീ പിണറായി വിജയൻ. അതിന് മധ്യസ്ഥത വഹിച്ചത് ശ്രീ M എന്ന് പറയുന്ന ആത്മീയാചാര്യനാണ്. അന്ന് മാധ്യമങ്ങളുടെ കണക്ക് പുറത്ത്, ഇന്ന് കൈരളി TV ഉൾപ്പെടെ, ദേശാഭിമാനിയുടെ ഉൾപ്പെടെ ലേഖന പുറത്ത് കണക്ക് പുറത്ത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആട്ടി ഓടിച്ചത് കോൺഗ്രസ് മുഖ്യമന്ത്രിയെയും. റോണിക്ക് ഇത്രയും നേരം സംസാരിച്ചിട്ടും AK ആന്റണി കുഞ്ഞാലിക്കുട്ടിയെ അല്ല, താങ്കൾ പറഞ്ഞാൽ മതി. താങ്കൾ പക്ഷേ അത് പറയുന്നില്ല, അല്ലെങ്കിൽ അത് എന്താണ് മറുപടി എന്നും വിശദീകരണം കോൺഗ്രസ് വെർഷൻ പറയുന്നില്ല. അല്ല, അങ്ങ് പറഞ്ഞത് RSS പറഞ്ഞിട്ട് AK ആന്റണി അങ്ങനെ ചെയ്തു എന്നാ പറഞ്ഞത്. ഇത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തിരക്കഥയല്ലാതെ നിങ്ങൾ അതിന് ഒരു പ്രൂഫ് കൊണ്ടുപോവാ, ഒരു തെളിവ് കൊണ്ടുപോവാ. അല്ലാതെ അന്തരീക്ഷത്തിൽ നിന്നും RSS പറയുന്നത് കേട്ട് AK ആന്റണി അങ്ങനെ ഒരു നിലപാടെടുത്തു എന്ന് എന്ത്? കാരണം CPM പോലെ കഥ മെനയാനും നുണക്കഥ മെനയാനും അത്രയും പറ്റുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ഞാനിവിടെ പറഞ്ഞൊരു കാര്യം അങ്ങ് പരിശോധിക്കുക. ശ്രീ സജീഷ്, ഇന്നിപ്പോ കേരളത്തിൽ റോണി പറഞ്ഞതിൽ നിന്ന് SK സജീഷിലേക്ക്. സജീഷ്, ഇപ്പോൾ ഈ വർഗീയതയ്ക്കെതിരായി കേരളം വലിയ ചെറുത്തുനിൽപ്പ് നടത്തുന്ന രാജ്യത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനമാണ്. ഇപ്പോൾ നോക്കിയാൽ കോൺഗ്രസ് വലിയ പ്രബലമായിരുന്ന സംസ്ഥാനങ്ങളുണ്ട്, ഇപ്പോഴും ശേഷിയുള്ള പ്രതിപക്ഷത്തിരിക്കുന്ന അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെയുണ്ട്. അവിടെ അടക്കം ഈ വർഗീയതയെ ചെറുക്കുന്നതിൽ എത്രമാത്രം കോൺഗ്രസ്സിന് കഴിയുന്നു എന്ന് നോക്കുമ്പോഴാണ് കേരളത്തിലെ കോൺഗ്രസ് സ്വാധീനം കോൺഗ്രസ്സിന് കേരളത്തിലുണ്ടായിട്ടും വർഗീയതയെ ചെറുക്കുന്നതിന് ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ കൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഭിന്നമായി കേരളം വളരെ സവിശേഷമായ കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ സമീപകാലത്തെ വലിയ പ്രചാരണം ആ ഇടതുപക്ഷത്തെ സംബന്ധിച്ച ഒരു വലിയ തെറ്റിദ്ധാരണ ആളുകളുടെ ഇടയിലേക്ക് വർഗീയതയെ ചെറുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ വർഗീയതയുടെ മുൻകാല സാഹചര്യങ്ങൾ, മാറാട് കലാപം പോലുള്ളവ വളരെ പ്രധാനപ്പെട്ട ചർച്ചയിലേക്ക് വീണ്ടും കടന്നു വരുന്നു. ഇന്ന് മുഖ്യമന്ത്രിയെ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതടക്കം ചൂണ്ടിക്കാട്ടി കേരളത്തോട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഇപ്പോൾ അപ്പുറത്ത് പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ കനകോലു പറയുന്നതനുസരിച്ച് വിവാദങ്ങൾ കുറെ കൂടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ഭരണത്തെ വിലയിരുത്തലല്ല, കടക്കുപുറത്ത് എന്ന നിലയിലേക്ക് ഒരു ക്യാമ്പയിനുമായി പോകാനാണ് പ്രതിപക്ഷം ശ്രമിക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി ഇന്ന് സ്വീകരിച്ചത്, അല്ലെങ്കിൽ വാർത്താ സമ്മേളനങ്ങളിലൂടെ അദ്ദേഹം ജനങ്ങളോട് വിശദീകരിക്കുന്നത് വളരെ ഗൗരവമായി ഇടതുപക്ഷത്തിന് മുതൽക്കൂട്ടാണ്, ജനങ്ങളുടെ പലതരം തെറ്റിദ്ധാരണകൾ മാറുന്നതിന് ഇടയാക്കും എന്നാണോ വിലയിരുത്തൽ? AK ആന്റണി കുഞ്ഞാലിക്കുട്ടി മാറാട് കാലത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് ഗൗരവമായി കോൺഗ്രസ് വിശദീകരിക്കേണ്ട പ്രശ്നമാണോ? തീർച്ചയായും നമ്മളിത് ശരിയായ നിലയിൽ വിശകലനം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒന്ന്, കേരളത്തിലിപ്പോൾ UDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മതന്യൂനപക്ഷങ്ങൾക്കെതിരായി CPIM-ഉം ഇടതുപക്ഷവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു കനകോലു നെറേറ്റീവ് കേരളത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുതകളെ മനസ്സിലാക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാകേണ്ടതുണ്ട്. ഒന്ന്, CPIM-നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് ആ പാർട്ടിയുടെ പരിപാടിക്കനുസരിച്ചാണ്. പരിപാടിയും ഭരണഘടനയും അനുസരിച്ചുകൊണ്ടാണ് ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗവും പ്രവർത്തിക്കുകയും അതിൻ്റെ ലക്ഷ്യമായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോവുകയല്ല. ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ CPM-ൻ്റെ പാർട്ടി പരിപാടിക്കകത്ത് തന്നെ ഭരണകൂടവും ജനാധിപത്യവും എന്ന അതിൻ്റെ ഭാഗത്ത് അതിൻ്റെ 9-ാം അധ്യായത്തിൽ വളരെ കൃത്യമായി ഭരണഘടനാപരമായി ന്യൂനപക്ഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച്, അതിൽ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച്, സാമ്പത്തികവും സാമൂഹികവുമായി അവർ നേരിടുന്ന അവസര സമത്വത്തിലെ വിവേചനത്തെക്കുറിച്ച്, ഇതെല്ലാം വളരെ കൃത്യമായി വിവേചനങ്ങൾക്ക് ഇരയാകുന്നതിനെക്കുറിച്ച്
പരാമർശിക്കുകയും അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുമെന്ന് പാർട്ടിയുടെ പരിപാടിയിലൂടെ പറയുകയാണ്. ഇതേപോലെ തന്നെയാണ് ആ ഭാഗത്ത് RSS എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് നേരെയും മുസ്ലിം ന്യൂനപക്ഷത്തിന് നേരെയും രാജ്യത്ത് സ്വാതന്ത്ര്യാനന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും അതിന് പരിഹാരം കാണൽ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ് എന്ന് കരുതുന്ന, അത് പ്രഖ്യാപിതമായി ഭരണഘടനാപരമായി അതുപോലെ തന്നെ പാർട്ടി പരിപാടിക്കകത്ത് ഉൾപ്പെടുത്തിയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് CPIM എന്ന്. എന്നാൽ കോൺഗ്രസിന് ഇങ്ങനെയൊന്ന് സങ്കല്പിക്കാൻ വേണ്ടി പറ്റുമോ? കോൺഗ്രസിന് അങ്ങനെ ഒരു പരിപാടിയെ രാജ്യത്തുണ്ടാകുമെന്ന് കരുതുന്നില്ല. അങ്ങനെ ഒരു പരിപാടിയോ ഭരണഘടനയോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ RSSനെതിരായി അതിനകത്ത് ഒറ്റ വാചകമുണ്ടാകുമെന്ന് ഏതെങ്കിലും കോൺഗ്രസിൻ്റെ പ്രതിനിധികൾക്ക് പറയാൻ വേണ്ടി കഴിയുമോ? ഇത് അടിത്തറയിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ നിലപാടാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി, ഒരു ഇടതുപക്ഷക്കാരനായി ഒരാൾ മാറുക എന്ന് പറഞ്ഞാൽ വർഗീയതക്കെതിരായ പോരാട്ടം ജീവിതത്തിൽ ആരംഭിക്കുക എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉന്നയിച്ച, കേരളത്തിൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കണം. ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഒന്ന് പറഞ്ഞത് മാറാടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മാറാട് കലാപം നടന്നു. ആ കലാപത്തിൻ്റെ സ്ഥലത്തേക്ക് വെറും സന്ദർശനത്തിനല്ല പോകുന്നത്. മാറാട് കലാപാനന്തരം അവിടെ ഉണ്ടായ സംഭവം എന്തായിരുന്നു? അവിടെ RSSൻ്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടത് ഇനിയൊരു മുസ്ലിമിനെയും മാറാട് കടപ്പുറത്ത് കാലുകുത്തിക്കില്ല എന്നുള്ളതായിരുന്നു. ആ പശ്ചാത്തലം നിൽക്കുമ്പോഴാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള AK ആൻ്റണിയും മന്ത്രിമാരായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയും MK മുനീറും പോലെയുള്ള ആളുകൾ മാറാട് കടപ്പുറം സന്ദർശിക്കാൻ വേണ്ടി വരുന്നത്. അവിടെയാണ് ഭീഷണി ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിയോട് ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു പറയുകയാണ്, നിങ്ങൾക്ക് വരാം, പക്ഷേ നിങ്ങളുടെ കൂടെയുള്ള മുസ്ലിം നാമധാരികളായ ആളുകൾ വരാൻ വേണ്ടി പാടില്ല, അത് ഞങ്ങളുടെ തീരുമാനമാണ് എന്ന് പറഞ്ഞു. അവിടെയാണ് AK ആൻ്റണിയും കുഞ്ഞാലിക്കുട്ടിയും ചർച്ച നടത്തി മുസ്ലിം നാമധാരികളായ മന്ത്രിമാരുൾപ്പെടെ പോലീസിൻ്റെ അകമ്പടി ഉണ്ടായിട്ടും ഈ RSSൻ്റെ തിട്ടൂരത്തെ മറികടന്ന് പോകാൻ വേണ്ടി തയ്യാറാകാതെ അവർക്ക് വഴങ്ങിക്കൊടുത്തത്. യഥാർത്ഥത്തിൽ അതിൻ്റെ തൊട്ടു പിറ്റേ ദിവസം മറ്റൊരു സംഭവം കൂടിയുണ്ട്. ആ സംഭവം എന്ന് പറയുന്നത് അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ സഖാവ് പിണറായി വിജയൻ മാറാട് കടപ്പുറം സന്ദർശിക്കാൻ വേണ്ടി ഇതേപോലെ തന്നെ വന്നു. അവിടെയും ഈ തിട്ടൂരം RSS പറഞ്ഞു, സഖാവ് പിണറായി വിജയൻ വരാം, തടസ്സമില്ല, പക്ഷേ സ്ഥലം MLA ആയ VKC മുഹമ്മദ് കോയയോ അവിടുത്തെ പാർട്ടി നേതാവായിട്ടുള്ള എളമരം കരീമോ ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നതായിരുന്നു തിട്ടൂരം. പക്ഷേ അതിന് മറുപടി CPIMൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പറഞ്ഞത്, പാർട്ടിയുടെ സെക്രട്ടറി എവിടെ പോകണമെന്നോ ആര് കൂടെ ഉണ്ടാകണമെന്നോ തീരുമാനിക്കുന്നത് RSS അല്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. പോലീസ്, ഇതേ AK ആൻ്റണിയുടെ പോലീസ് പറഞ്ഞു സംരക്ഷണം നൽകാൻ വേണ്ടി കഴിയില്ല എന്ന്. സംരക്ഷണം വേണ്ട, നട്ടലില്ലാത്ത മന്ത്രിയെ കൂട്ടിപ്പോകാൻ വേണ്ടി പറ്റാത്ത അവിടെ സംരക്ഷണം വേണ്ട, പകരം ഞങ്ങളുടെ ചുവന്ന വളണ്ടിയർ സേനയുണ്ട് എന്ന് പറഞ്ഞ്, പാർട്ടി വളണ്ടിയർമാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ പോയി. അവിടെയുള്ള മുഴുവൻ മരിച്ച വീടുകളും സന്ദർശിച്ചു. പോകുമ്പോൾ ഇടത്ത് എളമരം കരീമും വലത്ത് സഖാവ് VKC മുഹമ്മദ് കോയയും ഉണ്ടായിരുന്നു. തടയാൻ RSSന് പറ്റിയിട്ടില്ല, ഒരു ഞാഞ്ഞൂലും വാല് പൊക്കിയിട്ടില്ല. ആ നിലപാടാണ് അന്നും ഇന്നും ആവർത്തിക്കുന്നത്. ആ നിലപാടില്ലാത്ത AK ആൻ്റണിയുടെ പ്രസ്ഥാനമാണ് ഇന്ന് ഈ കാര്യം പ്രചരിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ AK ആൻ്റണിയാണ് ഈ പറഞ്ഞ RSSന് വഴങ്ങിക്കൊണ്ട് സ്വന്തം മകനെ RSSന് വിട്ടുകൊടുത്തിരിക്കുന്നത്. ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ പുനർജനിയെക്കുറിച്ച് മിണ്ടുന്നില്ല എന്ന്. ഇവിടെ ആരോ വഴിയെ പോകുന്ന ആളുകളൊക്കെ BJPയിൽ പോയി എന്നെല്ലാം പ്രചരിപ്പിക്കുമ്പോൾ ഇതേ AK ആൻ്റണി എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ മകൻ BJPയിലേക്ക് പോകുമ്പോൾ മാധ്യമപ്രവർത്തകരോട് എന്താ പറഞ്ഞത്? എന്നോടൊന്നും ചോദിക്കരുത് എന്ന്. കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. സെലക്റ്റീവാണവർ, അവർ ചോദ്യങ്ങൾ ചോദിക്കില്ല. ഇത്രയും വലിയ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള AK ആൻ്റണിയുടെ മകൻ BJPയിൽ പോയപ്പോൾ ചോദ്യങ്ങളില്ല, ഇപ്പോഴും ചോദ്യമില്ല. ഈ ശ്രീ AK ആൻ്റണിയുടെ മകൻ മാത്രമല്ലല്ലോ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാരായ 4 പേർ, അതിലൊന്ന് R ശങ്കറാണ്, AK ആൻ്റണിയാണ്, K കരുണാകരനാണ്, ഉമ്മൻചാണ്ടിയാണ്. ഇതിൽ 3 പേരുടെയും R ശങ്കറിൻ്റെ മകൻ, AK ആൻ്റണിയുടെ മകൻ, K കരുണാകരൻ്റെ മകൾ എല്ലാം തന്നെ BJPയിലേക്ക് പോയിരിക്കുന്നു. ഇനി ബാക്കിയുള്ള നിങ്ങളുടെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകനുണ്ടല്ലോ, ചാണ്ടി ഉമ്മൻ, അദ്ദേഹമാണ് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷക പാനലിൽ നിൽക്കുന്നത്. അതായത് മോദിക്ക് വേണ്ടി വാദിക്കാനുള്ള അഭിഭാഷക പാനൽ ഇപ്പോഴും നിൽക്കുന്നു. പുല്ലേ എന്ന് പറഞ്ഞ ആ സ്ഥാനം വലിച്ചെറിയില്ലേ ഇവിടെ മതനിരപേക്ഷ ഉയർത്തിപ്പിടിക്കുന്ന ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ? അതിന് തയ്യാറായിട്ടില്ലല്ലോ. എന്നിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുനർജനിയുടെ കാര്യവും വ്യത്യസ്തമല്ല. പുനർജനിയുടെ കാര്യത്തിലും ഇതേ രീതിയിൽ ഒരു സെലക്റ്റീവായ സാഹചര്യം തന്നെയാണ് മാധ്യമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. സതീശൻ എന്തിനാണ് പോയതെന്നോ
അവിടെ പോയി ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും പണം സ്വരൂപിക്കുകയും നിയമവിരുദ്ധമായ വഴികളിലൂടെ കൊണ്ടുവരികയും അവരുടെ ആതിഥ്യം സ്വീകരിക്കുകയും എല്ലാം ചെയ്തതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഇതെല്ലാം ഇപ്പോൾ നിൽക്കുകയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ചില സിനിമകളിലെല്ലാം നമ്മൾ കാണുമല്ലോ, കുറേ നാളുകൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, കുറേ നാളുകൾ ഇങ്ങനെ സൗമ്യമായ നല്ല കഥാപാത്രങ്ങളായി തോന്നുകയും അവരോടൊപ്പം നിൽക്കുകയും അവസാന ഘട്ടമാകുമ്പോഴേക്ക് അവരുടെ വില്ലത്തരം പുറത്തേക്ക് വരികയും ചെയ്യുന്ന ഒരു ക്ലൈമാക്സ് ഉണ്ട്. യഥാർത്ഥത്തിൽ ആ ക്ലൈമാക്സ് ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിച്ചത്. ആ ക്ലൈമാക്സിൽ നമ്മൾ കാണുകയാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച എല്ലാവരും മറ്റത്തൂരിൽ BJPക്ക് പിന്തുണ കൊടുക്കുകയാണ്. അപ്പുറത്ത് കുമരകത്ത് വേറെയും കാഴ്ച കാണുകയാണ്, BJPയോടൊപ്പം നിൽക്കുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കൂട്ടത്തോടെ വോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കേരളത്തിൽ കാണുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒന്നുകൂടി സൂചിപ്പിക്കേണ്ടത്, ഒരു പ്രസ്താവനയാണ് എടുക്കുന്നതെങ്കിൽ ഒറ്റ കാര്യം ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ അല്ല, ഒറ്റ കാര്യം അതായത് ഇത് ഈ റൗണ്ടിൽ പറയേണ്ട ഒരു കാര്യമാണ്, വിട്ടുപോകും, അതുകൊണ്ടാണ്. അതായത് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി സംസാരിക്കുന്നത്, മുസ്ലിം ലീഗിനെതിരായി സംസാരിക്കുന്നത് എന്ന് വരുത്തി ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ ഇതേ AK ആന്റണി നമുക്ക് ഓർമ്മയുണ്ടല്ലോ പറഞ്ഞത്, ന്യൂനപക്ഷം സംഘടിതരാണ്, അവർ വിലപേശുകയാണ്. ലീഗ് സംഘടിതരാണ് എന്നല്ല പറഞ്ഞത്, മുസ്ലിം ലീഗ് സംഘടിതരാണ്, മുസ്ലിം ലീഗ് വിലപേശുകയാണ് എന്നല്ല പറഞ്ഞത്, ന്യൂനപക്ഷം കേരളത്തിൽ സംഘടിതരാണ്. അതല്ലേ ന്യൂനപക്ഷത്തിനെതിരായ പ്രസ്താവന എന്ന് പറയുന്നത്? മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കുന്നത് എങ്ങനെയാണ് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായ വിമർശനമാകുക? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വർഗീയത നിലപാടിനെതിരായി ശബ്ദിക്കുന്നത് എങ്ങനെയാണ് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരാകുക? ആ ന്യൂനപക്ഷ വിഭാഗത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനവിഭാഗവും മതനിരപേക്ഷത ആഗ്രഹിക്കുന്നവരാണ്. അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നതാണ് മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും വിമർശിക്കുക എന്ന് പറയുന്നത്. എന്നാൽ AK ആന്റണി പറയുന്നത് ന്യൂനപക്ഷം സംഘടിതരാണ് എന്ന് പറയുമ്പോൾ അത് ന്യൂനപക്ഷത്തിനാകെ എതിരാണ്. റോണി കെ ബേബിയുടെ ഊഴത്തിലേക്ക് പോകുമ്പോൾ സജീഷ് ഈ ചർച്ചയിൽ മുന്നോട്ട് വെച്ച ആ പ്രശ്നം അടക്കം അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മുടെ മുമ്പിലേക്ക് വരും. ഞാൻ അതിനു മുമ്പ് ശ്രീ സജീവൻ കൂടി കോഴിക്കോട് നിന്നും നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സജീവൻ, ഈ ചർച്ച ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വളരെ ഗൗരവമായ ചില പശ്ചാത്തല പരാമർശങ്ങൾ കൂടി ഉൾച്ചേർന്ന് വരുന്ന ഒന്നാണ്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ശൈലി, രീതി, സമീപനം എന്നുള്ളത് കൂടി വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് വിവാദം, ഇപ്പോൾ കോൺഗ്രസിൻ്റെ വലിയ നേതൃ ക്യാമ്പൊക്കെ ലക്ഷ്യ കഴിയുമ്പോൾ വരുന്ന വാർത്തകൾ എല്ലാം ഈ വിവാദങ്ങൾ, കനകോലുവിൻ്റെ ഒരു തിയറിക്ക് അനുസരിച്ചും ഗൈഡ് ലൈൻസിനനുസരിച്ചും കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. വിവാദങ്ങളെ മുറുകെ പിടിക്കുക, അതിനനുസരിച്ചുണ്ടാക്കുന്ന ഒരു നറേറ്റീവിനെ അങ്ങനെ പൊലിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുക. ഇവിടെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടന്നു. കഴിഞ്ഞ ആഴ്ചയും നമ്മൾ വാർത്താ സമ്മേളനം കണ്ടിരുന്നു. ഭരണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ ആ രാഷ്ട്രീയ മറുപടികളും ഒക്കെ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഈ താരതമ്യത്തിന് പ്രസക്തമായ ഒന്നുകൂടി അദ്ദേഹം ഇന്ന് പറഞ്ഞു. താങ്കൾ വരുന്നതിന് മുമ്പ് ഉണ്ടായ സംഭവമാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് ഈ ചർച്ചയ്ക്ക് വിധേയമായതുകൊണ്ടാണ്. അതായത് മാറാടുമായി ബന്ധപ്പെട്ട് AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടുപോകാതെ പോയതും പാർട്ടി സെക്രട്ടറി ആയിരിക്കും പിണറായി വിജയൻ അവിടെ പോയതിനെക്കുറിച്ച് ഇപ്പോൾ സജീഷും സൂചിപ്പിച്ചു. ഞാൻ പറഞ്ഞത് ഈ രണ്ട് തലത്തിലും വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൻ്റെ സമീപനത്തെ ഈ രണ്ട് രീതികൾ വെച്ചുകൊണ്ട് താങ്കൾ പ്രത്യേകിച്ച് മാറാടിൻ്റെ കാര്യത്തിലൊക്കെ നന്നായി അറിയുന്ന റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തകരാണല്ലോ. അതുപോലെ തന്നെ ഈ വിവാദവും വസ്തുതകളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഇപ്പോൾ നടന്നു വരികയാണ്, പ്രതിപക്ഷവും സർക്കാരും തമ്മിൽ. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീ സജീവൻ എന്തു പറയുന്നു? താരതമ്യം മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പത്രസമ്മേളനം അദ്ദേഹം ആദ്യഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് AK ബാലന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് മാറാടുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം നടത്തിയ പ്രസ്താവന, അതാണ് വളരെ രാഷ്ട്രീയമായ പക്വതയോട് കൂടിയിട്ട് ഒരു വിവാദ വിഷയത്തെ എങ്ങനെ അതിന്റെ വിവാദങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് വളരെ കൃത്യമായ രൂപത്തിൽ അവതരിപ്പിക്കാമെന്നതിന്റെ ഏറ്റവും നല്ല തെളിവ്. അത് ഞാൻ വളരെ കൃത്യമായി പറയുന്നതിന് കാരണം AK ബാലൻ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. AK ബാലൻ ഒരു കാര്യവുമില്ലാതെയാണ് ആ വിഷയം എടുത്തിട്ടത്. അത് അദ്ദേഹം അവതരിപ്പിച്ച കാര്യം ഒരു പക്ഷേ അദ്ദേഹത്തിന് വിചാരിച്ച കാര്യം വേറെയായിരിക്കും. പക്ഷെ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് കൊണ്ടുപോകുന്നു, നല്ല കാര്യം. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളെ AK ബാലൻ മാത്രമല്ല, CPM മാത്രമല്ല, എല്ലാവരും മുസ്ലിം സമുദായത്തിലെ ഏറ്റവും പ്രബല വിഭാഗമായ സുന്നികൾ, അതിൽ തന്നെ ഏറ്റവും പ്രബല വിഭാഗമായിട്ടുള്ള EK വിഭാഗം, അവരുടെ കണ്ട ശത്രു എന്ന് അവർ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഏറ്റവും കടുത്ത വർഗീയവാദികൾ എന്നാണ് ജമാഅത്തെ ഇസ്ലാമി EK വിഭാഗം പറയുന്നത്. അതേ രീതിയിൽ തന്നെയാണ് AP വിഭാഗവും പറയുന്നത്. മുജാഹിദുകളൊക്കെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ
നിലപാടുകളെ കൃത്യമായിട്ട് പരസ്യമായിട്ട് എതിർക്കുന്നവർ. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് പറയുമ്പോൾ ആഭ്യന്തരം വരുന്നു, ആഭ്യന്തരത്തെ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും, അത് അത് കഴിഞ്ഞ് മാറാടിലേക്ക് പോകുന്നൊക്കെ പറയുമ്പോൾ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന സാധ്യതകൾ ഉണ്ടായിരുന്നു. അത് ആ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. അതിനെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന് നടത്തിയ പ്രസ്താവനയിൽ വളരെ കൃത്യമായിട്ടുള്ള ന്യായീകരണം കൊടുത്തിട്ടുണ്ട്, വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഈ ജമാഅത്തെ ഇസ്ലാമിയിലേക്കല്ല കൊണ്ടുപോയിട്ടുള്ളത്, അന്ന് നടന്ന യാഥാർത്ഥ്യം. ഇവിടെ സജീഷൊക്കെ പറഞ്ഞ കാര്യം, ഞാൻ താങ്കൾ പറഞ്ഞ പോലെ ഈ മാറാട് വിഷയത്തെ കുറിച്ച് അത് ആ 2 തവണ ഒന്നാം മാറാടും രണ്ടാം മാറാടും ഉണ്ടായ ആദ്യത്തെ ദിവസം മുതൽ അതിന്റെ അവസാന ഘട്ടം വരെയും മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അതിൽ പൂർണ്ണമായിട്ടുണ്ടായിരുന്ന റിപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്ന ആളാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ മാറാട് പ്രദേശത്ത് തന്നെയുള്ള ഒരാളാണ്. മാറാടിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന നടുവട്ടത്താണ് എൻ്റെ വീട്. അതിനൊക്കെ അപ്പുറത്ത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിക്കോ അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഈ വിഷയം പരിഹരിക്കാൻ നിർദ്ദേശിച്ചിട്ട് വന്ന ശങ്കരനോ മന്ത്രിമാരായ ശങ്കരനോ മുനീറിനോ ഒന്നും ഇവരെ ഈ എല്ലാവരെയും ഒരു മേശയ്ക്ക് ചുറ്റും കൊണ്ടുവരാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ മന്ത്രിമാർ തന്നെ ആവശ്യപ്പെട്ടിട്ട് അത് പരിഹരിക്കാൻ വേണ്ടി വന്ന 4 പേരിൽ അതിന് നേതൃത്വം കൊടുത്ത ആളാണ് ഞാൻ. ഞങ്ങളാണ് ഈ പ്രശ്നം ഒരു മേശയ്ക്ക് ചുറ്റുമുള്ള ചർച്ചയായിട്ട് മാറി. അതിനുശേഷം നടന്ന പല കള്ളക്കളികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അത് ഞാൻ തൽക്കാലം പറയുന്നില്ല. അത് സത്യത്തിൽ മുഖ്യമന്ത്രി ഇപ്പൊ പറയുന്ന ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. അന്നത്തെ പ്രശ്നത്തിൽ ഈ ഉണ്ടായിരുന്ന ആ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കേണ്ടത് ആവശ്യവുമാണ്. കാരണം ഇപ്പോ ഈ ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ട് മുസ്ലിം വിരുദ്ധരാണ് LDF എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഹിന്ദുത്വ തീവ്രവാദത്തിന്റെ ഒരു ഭാഗമാണ് CPIM എന്ന് പറഞ്ഞിട്ട് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എങ്ങനെ നേരിടാമെന്ന് പാർട്ടിയിലെ മൊത്തം ആളുകൾക്ക്, ഞാൻ പറയുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് ഉൾപ്പെടെ ഒരു പാഠമായിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിലെ ഈ വാക്കുകളൊക്കെ ഉള്ളത്. കാരണം വളരെ കൃത്യമായിട്ട് അദ്ദേഹം അന്നത്തെ AK ആന്റണി അതിന് മുമ്പേ എടുത്തിട്ടുള്ള ഈ ന്യൂനപക്ഷത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, കുഞ്ഞാലിക്കുട്ടിയുടെ ഓരോ ആളും പറഞ്ഞ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അതാണ് വേണ്ടത്. ഇങ്ങനെ ഇപ്പുറത്ത് മറ്റു രീതിയിൽ പറയുമ്പോൾ വ്യക്തമായ രൂപത്തിൽ നമുക്ക് എടുത്ത് കാണിക്കാവുന്ന ഓരോ ഉദാഹരണങ്ങളും പറഞ്ഞുകൊണ്ടാണ് അവതരിപ്പിക്കേണ്ടത്. അതാണ് ആ രീതി. സത്യത്തിൽ മറ്റ് നേതാക്കന്മാർ, CPM-ന്റെ നേതാക്കന്മാർ ആരും എടുത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ആകെ TP രാമകൃഷ്ണൻ മാത്രമാണ് പക്ഷെ അദ്ദേഹം പോലും ഇത് പാർട്ടി ലൈനല്ല എന്ന് പറഞ്ഞ് മാറ്റിയെന്ന് മാത്രമേ. എന്താണ് ഇതിന് യാഥാർത്ഥ്യം? ബാലൻ പറഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യമല്ല. ബാലൻ പറഞ്ഞതിന്റെ ശരിയായ വശത്തെ, ആ വശം കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മുഖ്യമന്ത്രി കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ രീതിയിലാണ് ഓരോ നേതാവും തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പ്രത്യേകിച്ചും പറയേണ്ടത്. അങ്ങനെയാവുമ്പോൾ അത് തിരിച്ചടിയായിട്ട് മാറില്ല എന്ന യാഥാർത്ഥ്യമാണ്. ഞാൻ വളരെ ചുരുക്കത്തിൽ താങ്കൾ അതിലൊരു കാര്യം കൂടി ഞാൻ ശ്രീ റോണിയിലേക്ക് വരുന്നതിന് മുമ്പ്, അതായത് വർഗീയത എന്നുള്ളത് അത് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടൊരു വലിയ ക്യാമ്പയിൻ മെറ്റീരിയലാക്കി ഇന്നിപ്പോൾ UDF ആകട്ടെ അല്ലെങ്കിൽ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ അതിനെതിരായി വസ്തുതകൾ നിരത്തി ഓരോ കാലവും ഓരോ ഘട്ടവും അതിലെ LDF UDF വേർതിരിവുകൾ സൂചിപ്പിച്ച് അദ്ദേഹം പറഞ്ഞത് UDF-ന് കൃത്യമായ നിലപാടുകളില്ല ഇതിനെ ഒന്നും നേരിടുന്ന കാര്യത്തിൽ, പക്ഷേ LDF അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ ഈ താരതമ്യമൊക്കെ ജനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതാണ്. ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയ ഒരു കുറവ് LDF-ന് കിട്ടുന്നതിൽ പോലും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ജനവിഭാഗത്തെയൊക്കെ യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങൾ വിലയിരുത്താൻ പ്രാപ്തമാക്കുന്നതാണോ മുഖ്യമന്ത്രിയുടെ ഈ വാർത്താ സമ്മേളനത്തിൽ? കാരണം അതിൽ വസ്തുതകളുണ്ട്, അതിൽ ചരിത്ര യാഥാർത്ഥ്യങ്ങളുണ്ട്. കോൺഗ്രസിന് പലതിനും മറുപടി പറയാതെ ഒഴിവായി പോകേണ്ടതായിട്ട് തന്നെ നിശ്ചയമായി വരും. കാരണം ഇതിന് ഓരോന്നിനും മറുപടി പറഞ്ഞു നിൽക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഏതായാലും കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. മറ്റ് LDF നേതാക്കന്മാർ, CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രി അവരൊക്കെ പറയേണ്ടിയിരുന്ന ഒരു കാര്യം മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ടും പറഞ്ഞു. ഞങ്ങൾ എല്ലാ വർഗീയതയെയും ഒരേപോലെ എതിർക്കുന്നു, ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയും ഒരേപോലെ എതിർക്കുന്നു. അത് പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ പറയേണ്ടത്. കാരണം ഞങ്ങൾ ന്യൂനപക്ഷ, ഈ ബാലൻ പറഞ്ഞ പോലെ ഈ ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് മാത്രം കൊണ്ടുപോയി കെട്ടുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വേണ്ടി പറഞ്ഞു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞാൽ ഊന്നി പറയുന്ന കാര്യം, ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ എതിർക്കുന്നു. അത് വളരെ പ്രസക്തമായ കാര്യമാണ്. തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് ബോധ്യപ്പെടേണ്ട കാര്യം ഇതാണ്. ഞങ്ങൾ ഒരു വർഗീയതയുടെ മാത്രം ന്യായീകരിക്കും, ഒരു വർഗീയതയെ മാത്രം
ന്യായീകരിക്കുകയും മറ്റേ വർഗീയതയെ എതിർക്കുകയും ചെയ്യുന്ന ആളുകളല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ് ഓരോ രാഷ്ട്രീയ പ്രവർത്തകന്റെയും ചുമതല, പ്രത്യേകിച്ച് LDF പ്രവർത്തകരുടെ, CPM പ്രവർത്തകരുടെ ചുമതല. അത് അവർ നിർവഹിക്കണമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് ഉദാഹരണ സഹിതം പറയാതെ പറയുന്നത്. റൈറ്റ്. ഇവിടെ ശ്രീ റോണി കെ ബേബി, ഇപ്പോൾ നേരത്തെ സജീഷ് ഒരു പ്രധാനപ്പെട്ട കാര്യം അവതരിപ്പിച്ചു. അതായത് മുഖ്യമന്ത്രിയായിരിക്കെ ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് വലിയ തോതിൽ അവരെ വേദനിപ്പിക്കുന്നതും വ്രണപ്പെടുത്തുന്നതുമായൊരു വിവാദ പരാമർശം ഉണ്ടായത് മുഖ്യമന്ത്രിയായിരിക്കെ AK ആൻ്റണിയുടെ ഭാഗത്തു നിന്നാണ്. അത് ആവർത്തിക്കേണ്ട കാര്യം അതിൽ ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അതിൽ അദ്ദേഹം പറഞ്ഞ വളരെ വളരെ ശക്തമാണ്. ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ്, ഈ സംഘടന ന്യൂനപക്ഷം സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു, കൂടുതൽ വിലപേശൽ നടത്തുന്നു എന്നൊരു ആക്ഷേപം ഇതര സമുദായങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു. എന്നും മുഖ്യമന്ത്രി അന്ന് AK ആൻ്റണി പറയുന്നത് ഈ ന്യൂനപക്ഷങ്ങൾക്ക് എന്താണ് ഈ അഭിപ്രായം, അതിനെ സോഫ്റ്റ് എന്നോ ഹാർഡെന്നോ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഒരു തൊട്ടാവാടിയൊന്നുമല്ല ഞാൻ എന്നൊക്കെ അന്ന് AK ആൻ്റണി പറഞ്ഞതുമൊക്കെ അതിനകത്തുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ വളരെ സജീവമായി ഇന്നും നമ്മുടെ അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതേസമയം അപ്പുറത്ത് നോക്കൂ, വളരെ വളരെ ശക്തമായ നിലയിൽ എത്ര കോൺഗ്രസ് നേതാക്കളാണ് മുസ്ലിം ലീഗിനെ വിമർശിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗിനെ CK ഗോവിന്ദൻ നായർ മുതൽ ഇങ്ങോട്ട് VD സതീശൻ വരെ, അന്ന് KPC പ്രസിഡന്റ് ആയിരുന്ന രമേശ് ചെന്നിത്തല വളരെ ശക്തമായി തന്നെ CK ഗോവിന്ദൻ നായർ അനുസ്മരണത്തിൽ ലീഗിനെതിരെ ശക്തമായി സംസാരിച്ചിട്ടില്ലേ? അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്മണരേഖ ഈ ബന്ധത്തിന് വേണം എന്ന് പറഞ്ഞത് രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ടന്ന് വലിയ ചർച്ചയായി മാറിയതല്ലേ? അതുപോലെ VD സതീശൻ, K മുരളീധരൻ, ആര്യാടൻ മുഹമ്മദ് ഇവരെല്ലാം പറഞ്ഞതൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഉള്ള കാര്യങ്ങൾ തന്നെയല്ലേ? ഈ 5ാം മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി ലാഭമാണോ നഷ്ടമാണോ ഇത് ചോദിച്ച ഇന്നത്തെ പ്രതിപക്ഷ നേതാവാണല്ലോ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിരവധിയായ നിലയിൽ ഈ പ്രതികരണങ്ങളൊക്കെ മുസ്ലിം ലീഗിനെതിരെ നടത്തുമ്പോൾ അതൊന്നും മുസ്ലിം സമുദായത്തിനെതിരെ എന്നാരും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. AK ആൻ്റണി ന്യൂനപക്ഷത്തിനെതിരായി തന്നെ നേരിട്ട് പറഞ്ഞിട്ടും ലീഗിനപ്പുറം പറഞ്ഞിട്ടും അദ്ദേഹത്തിന് ആ നിലയിലൊരു വിമർശനം അല്ലെങ്കിൽ അത്തരമൊരു ഒരു ആക്രമണമോ അല്ലെങ്കിൽ ഒരു പ്രചാരണമോ നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ ബോധപൂർവം നടത്തുന്നു എന്നത് ആളുകൾക്ക് കുറെ കൂടി പ്രസക്തമായി ബോധ്യപ്പെടുകയല്ലേ? മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഇതെല്ലാം അവതരിപ്പിച്ചാണ് സംസാരിച്ചത്. റോണി, യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇതുപോലെ വാർത്താ സമ്മേളനം വിളിച്ച് സണ്ണി ജോസഫോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനോ പറയണം, അല്ലെന്നുണ്ടെങ്കിൽ AK ആൻ്റണി തന്നെ അതിന് തയ്യാറാകണം. അതിനുള്ള മറുപടിയൊക്കെ കൃത്യമായി നാളെ വന്നോളൂ. ഏതൊക്കെ ഇന്ന് വൈകിട്ട് 5 മണി 6 മണി ആ സമയത്തിനടുത്താണല്ലോ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഉണ്ടായത്. ഞങ്ങൾക്കൊന്ന് അത് പ്രതികരിക്കാനുള്ള സമയം എന്താ? രാത്രിയിൽ പത്രസമ്മേളനം വിളിച്ച് നമുക്ക് പ്രതികരിക്കാൻ കഴിയില്ല. ഉചിതമായി നാളെ കൃത്യമായി തന്നെ നാളെ. പക്ഷെ പല നാളുകൾ കഴിഞ്ഞു റോണി, ഒരു വിഷയത്തിനും വളരെ ആധികാരികമായ മറുപടി കോൺഗ്രസില്ല. പകരം ഈ മാധ്യമ പിന്തുണയോടെ സമൂഹ മാധ്യമങ്ങളുടെ ഒരു വലിയ പ്രചാരണത്തിലൂടെ പല നുണകളും കളവായ കാര്യങ്ങളുമുള്ള പ്രചാരണമാണ് നടക്കുന്നുള്ള പ്രശ്നമുണ്ട്. ആളുകൾ ഇത് താരതമ്യം ചെയ്യും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ശരി, നാളെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരുടെ പ്രതികരണം വന്നു കഴിഞ്ഞിട്ട് നാളെ വൈകിട്ട് നമുക്കൊരു ചർച്ച ഇതേ വിഷയത്തിൽ തന്നെ ഉറപ്പായും. അപ്പോൾ എളുപ്പമായി റോണി. അങ്ങനെയാണെങ്കിൽ റോണി പറഞ്ഞ് ഞാൻ ഇവിടെ അണ്ടർലൈൻ ചെയ്തു വെക്കാം. നാളെ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് വാർത്താ സമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രി ഇപ്പോൾ AK ആൻ്റണി അടക്കമുള്ളവരുടെ കാര്യത്തിൽ RSSന് വഴങ്ങി കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടുപോയില്ല എന്നുള്ളത് തെറ്റ് എന്ന് പറഞ്ഞു വെക്കുമോ? ന്യൂനപക്ഷങ്ങൾക്ക് വിമർശിച്ചുകൊണ്ട് അവർ സംഘടിതരാണ്, സർക്കാരിൽ വിലപേശുന്നു എന്ന് AK ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കെ പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രി പറഞ്ഞത് കളവ് എന്ന് സമർത്ഥിച്ച് വിശദീകരിക്കുമോ? CK ഗോവിന്ദൻ നായരും രമേശ് ചെന്നിത്തലയും VD സതീശനും ഈ നേതാക്കളൊന്നും മുസ്ലിം ലീഗിന് നിങ്ങളാരും പറയുന്ന പോലെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് സ്ഥാപിച്ചെടുക്കുമോ? നാളെ പ്രതീക്ഷിക്കട്ടെ സണ്ണി ജോസഫിന്റെ ഒരു വാർത്താ സമ്മേളനം. അങ്ങ് ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും എനിക്ക് മറുപടി ഉണ്ട്. പറഞ്ഞോളൂ. പക്ഷെ അങ്ങ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇന്റർഫിയർ ചെയ്യുമ്പോൾ AK ആൻ്റണി ഒന്നും അങ്ങ് കുറച്ച് കാണിക്കണ്ട. നിയമസഭയിൽ മുത്തങ്ങയിൽ നടന്ന സംഭവത്തെ കുറിച്ച് പരാമർശം ഉണ്ടായപ്പോൾ പിറ്റേ ദിവസം തന്നെ AK ആൻ്റണി പത്രസമ്മേളനം വിളിച്ചു. തിരിച്ചൊരു മറുപടി പറയാൻ വേണ്ടി CPM ഞാൻ അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തോട് ഞാനൊരു ക്ലാരിറ്റി പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. അങ്ങ് പറഞ്ഞത് മുഖ്യമന്ത്രി AK ആൻ്റണി നടത്തിയ പ്രസ്താവന അത് കൃത്യമായി തന്നെ പബ്ലിക് സ്പേസിലുണ്ട്. അന്ന് മുഖ്യമന്ത്രിയായിരുന്നു AK ആൻ്റണി പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾ സംഘടിതമായി. അത് AK ആൻ്റണി അന്ന് പറഞ്ഞത് ഈ മാറാട് കലാപത്തിന്റെ പശ്ചാത്തലത്തിലല്ല, അന്ന് നടന്ന സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില വിഷയങ്ങൾ അതെന്താന്നുള്ളത് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. ആ വിഷയത്തിന്റെ പശ്ചാത്തലത്തിലാണ് അന്ന് ബഹുമാനപ്പെട്ട AK ആൻ്റണി അന്ന് ആ ഒരു പരാമർശം നടത്തിയത്. പിന്നെ ഇവിടെ എനിക്ക് ഇപ്പോൾ എനിക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനവും ഇന്നലെ AK ബാലൻ നടത്തിയ പ്രസ്താവനയും
അതിന് തൊട്ട് മുമ്പ് ഇതിന്റെയൊക്കെ തുടക്കം ഈ മാറാട് 25 വർഷം മുമ്പ്, 1/4 നൂറ്റാണ്ട് മുമ്പ് നടന്നുപോയ ഒരു സംഭവം. കേരളത്തിൽ ഒരിക്കലും അത് ആവർത്തിക്കരുത് എന്ന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പ്രാർത്ഥിക്കുന്ന ആ ഒരു സംഭവം വീണ്ടും ഈ മലയാളികളുടെ ഓർമ്മയിലേക്ക് ആദ്യം കൊണ്ടുവന്ന വ്യക്തിയുടെ പേര് ഞാൻ പറയട്ടെ. ഈ ജനുവരി മാസം 2-ാം തീയതി അത് കൊണ്ടുവന്ന വ്യക്തിയുടെ പേര് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ്. വെള്ളാപ്പള്ളി നടേശനാണ് 25 വർഷം മുമ്പ് നടന്ന സംഭവത്തെ വീണ്ടും കൊണ്ടുവന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്? മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നാൽ വീണ്ടും മാറാട് ഈ കേരളത്തിൽ ആവർത്തിക്കാൻ പോവുകയാണ് ജനുവരി മാസം 2-ാം തീയതി റോണി കെ ബേബി ഒരു അധ്യാപകനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റോണി കെ ബേബി ഒരു അധ്യാപകനാണെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ പശുവിനെ കുറിച്ച് എസ് എഴുതാൻ പറയുമ്പോൾ തെങ്ങിനെ കുറിച്ച് എസ് എഴുതുന്ന പോലെ ആയി പോകരുത്. എല്ലാ ദിവസവും വെള്ളാപ്പള്ളി ഏതാണ്ട് നിങ്ങളുടെ ഒരു ഐശ്വര്യമാണെന്നുള്ള മട്ടിൽ എല്ലാ ചർച്ചയിലും ഇത് ഞാൻ മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നിങ്ങൾക്കെതിരെ പറഞ്ഞതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഇതിലോ ഇല്ലാത്ത ഒരാളിലേക്ക് ഇതിനെ ആ നിലയിൽ മാറ്റുന്നതൊക്കെ രാഷ്ട്രീയമായി മനസ്സിലാക്കുക, അതായിക്കോളൂ. പക്ഷേ എന്നാലും നമ്മുടെ ഈ വിഷയത്തിൽ നിന്ന് ഇങ്ങനെ അകന്നു പോരും. ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ സ്വാശ്രയവുമായി ബന്ധപ്പെട്ട് ആണ് പറഞ്ഞത്. അതിൽ പറഞ്ഞത് വി ഡി സതീശനാണ്. വി ഡി സതീശൻ എന്ന് പറഞ്ഞതെന്നറിയോ? 33 സ്കൂളുകളെന്ന് മലബാറിൽ പൊതുവായി UDF സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചപ്പോഴാണ് വി ഡി സതീശൻ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ കേരളത്തിലെ സാമൂഹ്യ പശ്ചാത്തലം നോക്കി വേണം സ്കൂളുകൾ അനുവദിക്കേണ്ടത്. മലബാറിൽ അനുവദിച്ച 33 സ്കൂളുകൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കൺസോളിഡേഷൻ ഉണ്ടാക്കുമെന്ന തരത്തിലാകും എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിനെയും ആ നിലയിൽ വിമർശിച്ചത് ഏതർത്ഥത്തിലാണ് എടുക്കേണ്ടത്? വി ഡി സതീശൻ്റെ അക്കാലത്തെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട AK ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത് 2013-ലല്ലോ, 2004-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം രാജിവെച്ചത്. അദ്ദേഹം രാജിവെക്കുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ് ഞാൻ ഈ പറഞ്ഞത്. ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട AK ആന്റണി പറഞ്ഞത് 2003, 2004 കാലഘട്ടത്തിൽ. അതിന് ഈ വി ഡി സതീശൻ 2014-ലോ 2015-ലോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടത്തിയ ഒരു അതിന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞത്. റോണി, ഞാൻ പറഞ്ഞതാണ് ആ സ്കൂളുകൾ മലബാറിൽ അനുവദിച്ചപ്പോൾ അതിലുണ്ടായിട്ടുള്ള ഈ വിവേചനത്തെയാണ് ഇങ്ങനെ സൂചിപ്പിച്ചത്. ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കൺസോളിഡേഷൻ ഉണ്ടാക്കും വിധത്തിലേക്ക് അവിടെ ആര് പ്രവർത്തിക്കുന്നു? അപ്പോൾ മുസ്ലിം സമുദായത്തിനെതിരെയാണ് സതീശൻ പറയുന്നതെന്ന് ആരും പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ ആ വേർതിരിവ് ഇപ്പോൾ വളരെ സമർത്ഥമായി ആ ക്യാമ്പയിൻ നടത്തുന്നു, അതിനെ എക്സ്പോസ് ചെയ്യുന്നു എന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ ജനങ്ങളോട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ഇതാ ഇങ്ങനെയാണ് ഇതിനകത്തെ വേർതിരിവും ഏകപക്ഷീയതയും നിൽക്കുന്നത് എന്ന് ആളുകളോട് സംസാരിക്കുന്നു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ഒരു കാര്യം ഇവിടെ അടുക്കും ചിട്ടയോടും കൂടി പ്രസന്റ് ചെയ്തു വന്നപ്പോൾ അങ്ങ് തന്നെ ഈ വിഷയത്തെ ഡിബേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ വി ഡി സതീശന്റെ പ്രസ്താവനയെ കൊണ്ടുവന്നിട്ടു. ഞാൻ പറഞ്ഞതിനെ ഞാൻ ഒറ്റ കാര്യം, അങ്ങ് ഈ വെള്ളാപ്പള്ളി നടേശൻ ഐശ്വര്യമാണെന്ന് പറഞ്ഞ് ഞാൻ ഒറ്റ കണ്ടിട്ടെ. വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഒരു പ്രസ്താവനയെ എൻഡോഴ്സ് ചെയ്യുകയാണോ കേരളത്തിന് മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? ആ നിലവാരത്തിലേക്ക് CPM താന്നുപോയോ? വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഒരു വാചകത്തിന് ചൂട് പിടിച്ചുകൊണ്ട് പ്രസ്താവന നടത്തുവാൻ മാത്രം, അതിനെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ അജണ്ടയാക്കി മാറ്റുവാൻ മാത്രം CPM എന്ന് പറയുന്ന ഞങ്ങൾക്കൊക്കെ ബഹുമാനമുള്ള പ്രസ്ഥാനമാണ് CPM. ആ CPM ഞാൻ ചോദിച്ചോട്ടെ, ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പ്രസ്താവന തള്ളിക്കളയാൻ ഒറ്റ കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ. ഈ ആദർശ കേരളത്തെക്കുറിച്ച്, മതേതര കേരളത്തെക്കുറിച്ച്, മതനിരപേക്ഷതയെക്കുറിച്ച് പറയുന്ന CPM വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ആ വാചകം ആവർത്തിക്കാതെ അദ്ദേഹം പറഞ്ഞ തെറ്റാണ് എന്ന് പറഞ്ഞ് തിരുത്തുവാനായിട്ട് CPM തയ്യാറാണോ? ഞാനിവിടെ കൃത്യമായി തന്നെ പറഞ്ഞു, ജനുവരി 2-ാം തീയതി വെള്ളാപ്പള്ളി നടേശനാണ് മാറാട് എന്ന വിഷയത്തെ വീണ്ടും കേരളത്തിന്റെ രാഷ്ട്രീയ ചർച്ചയിലേക്ക് കൊണ്ടുവന്നത്. CPM എന്തിനാണ് ഇതിന് ചോദ്യം സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് ആവർത്തിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിരന്തരം ചർച്ചകളിൽ കോൺഗ്രസ് പ്രതിനിധികൾ, റോണി അത് ഇവിടെയും എടുത്തിടുന്നു. ഏതായാലും ഒരു ആശ്വാസം തോന്നിയത് മുഖ്യമന്ത്രി ഇന്ന് കോൺഗ്രസിൻ്റെ വർഗീയ വിരുദ്ധ പോരാട്ടത്തിലെ ദുർബലമായ ഏടുകൾ ചൂണ്ടിക്കാട്ടിയത്, എങ്ങനെയാണ് ഇടതുപക്ഷം അതിൽ നിന്ന് വ്യത്യസ്തമായി നിലകൊള്ളുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചതിൽ മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഖണ്ഡിച്ചുകൊണ്ട് നാളെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വാർത്താസമ്മേളനം തന്നെ നടത്തി ഇക്കാര്യങ്ങൾ നിരാകരിക്കും അല്ലെങ്കിൽ നിഷേധിക്കും, വസ്തുതകൾ പറയും എന്ന് അദ്ദേഹം പറഞ്ഞതൊരു മികവുറ്റ കാര്യമാണ്. പക്ഷേ താങ്കളോടൊരു ചോദ്യവുമുണ്ട്. ശ്രീ ശരത്ത്, കേൾക്കാമെന്ന് കരുതുക. ഒന്ന്, കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ഒറ്റ കാര്യമേ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഒന്ന്, ഇവിടെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി നിശ്ചയിക്കാൻ വേണ്ടി നിങ്ങൾ വലിയ പണം കൊടുത്ത് ഒരു കനകോലുവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കനകോലു പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇവരിപ്പോൾ ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷം മതന്യൂനപക്ഷങ്ങൾക്കെതിരാണ്, RSSുമായി BJPയുമായി ഇടതുപക്ഷമാണ് കേരളത്തിൽ സന്ധി ചെയ്തിരിക്കുകയാണ് എന്ന് പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ എത്ര കാലം ഇത് സാധ്യമാകും? എത്ര കാലം നിങ്ങൾക്ക് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കഴിയും? ഞാൻ രാജ്യവ്യാപകമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നില്ല. കാരണം അത് സൂചിപ്പിക്കാൻ വേണ്ടി വന്നാൽ RSS, BJP, കോൺഗ്രസ് ബാന്ധവത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ നിന്നാൽ ഈ ചർച്ചയുടെ സമയം മതിയാകില്ല.
സമീപകാലത്ത് പോലും ഉള്ള കാര്യങ്ങൾ വെച്ച് തുടങ്ങേണ്ടതാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ അസം നഗർ മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് സീറ്റ് പോരാഞ്ഞപ്പോൾ 12 പേരെ കൊടുത്ത, കൈപ്പത്തിയിൽ മത്സരിച്ച എല്ലാവരെയും വിട്ടുകൊടുത്ത പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. അവിടെ മാത്രം തീരുന്നില്ല. ഈ കേരളത്തിലെ കാര്യം മാത്രം നോക്കൂ, ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. കേരളത്തിൽ നിങ്ങൾ നോക്കൂ, ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കേരളത്തിലെ 4 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരിൽ 3 പേരുടെയും മക്കൾ BJPയിലേക്ക് പോയി. ആരെല്ലാം പോയി? ദേശീയ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ സ്പോക്ക് പേഴ്സൺ, അഭിപ്രായം പറയുന്നയാൾ, അദ്ദേഹമായിരുന്നല്ലോ ഇവിടെ AICCയുടെ ടോം വടക്കൻ BJPയിലേക്ക് പോയില്ലേ? അതുപോലെ തന്നെ KC വേണുഗോപാൽ, നിങ്ങളുടെ ഇവിടുത്തെ മുഴുവൻ കനകോലുവിനോടൊപ്പം സ്ട്രാറ്റജി നിശ്ചയിക്കുന്നയാളാണല്ലോ KC വേണുഗോപാൽ. അദ്ദേഹമാണല്ലോ പകുതി കാലയളവുണ്ടായിരുന്ന രാജ്യസഭാ സീറ്റ് രാജസ്ഥാനിൽ വിട്ടുകൊടുത്ത് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ BJP എതിരില്ലാതെ ജയിച്ചു. നവനീത് സിംഗ് ബിട്ടു ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാണ് BJPയുടെ. അതായത് ഒരു മന്ത്രിയാണ് മോദിക്ക് കൊടുത്തിട്ടാണ് കേരളത്തിൽ വന്നിട്ട് RSSനെതിരായി ഞങ്ങൾ യുദ്ധം ചെയ്യുകയാണ്, BJPക്കെതിരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇവിടുത്തെ KC വേണുഗോപാലാണ്. നിങ്ങൾക്കൊരു പ്രസ്താവന, നാളത്തെ പ്രസ്താവനയൊക്കെ വിടൂ, നിങ്ങൾ ശ്രീ സണ്ണി ജോസഫ് പറയുമോ ഇല്ലയോ എന്നുള്ള മാറ്റിവെക്കൂ. ശശി തരൂർ എന്ന് പറയുന്ന സോണിയാഗാന്ധിക്കൊപ്പം AICCയിലെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, ചുരുങ്ങിയ സ്ഥാനമല്ല, രാജ്യത്തെ ഏറ്റവും ഉയർന്ന സ്ഥാനം, അദ്ദേഹം മോദിയെ സ്തുതിച്ച് പഴയ ഒരു സിനിമയ്ക്കകത്ത് ജഗദീഷ് ശ്രീകുമാർ ഇങ്ങനെ റോട്ടിൽ പായ വിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ BJPയിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ? RSSനെ സ്തുതിക്കുകയല്ലേ? കോൺഗ്രസിനെ തള്ളിപ്പറയുകയല്ലേ? ഇതേ സോണിയാഗാന്ധിയെയും അതുപോലെ തന്നെ പ്രിയങ്കയെയും രാഹുലിനെയും എല്ലാം കുടുംബാധിപത്യം എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞ് RSSന്റെ നിലപാട് ആവർത്തിക്കുകയല്ലേ? നിങ്ങൾ എന്ത് നിലപാടാണ്? മിണ്ടാതിരിക്കുകയാണ്. അദ്ദേഹമാണ് പോലും ഇപ്പോൾ കനകോല് തീരുമാനിച്ചു കൊടുത്തിട്ടുണ്ട്. സ്റ്റാർ ക്യാമ്പയിനർ ആര്? BJPയിലേക്ക് എപ്പം പോകുമെന്ന് ടിക്കറ്റ് എടുത്ത് നിൽക്കുന്നയാൾ സ്റ്റാർ ക്യാമ്പയിനർ. ഇതല്ലേ കേരളത്തിന് അനുഭവം? ഇനിയും കൂടുതലുണ്ടല്ലോ. അതാണല്ലോ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വന്നത്. നിങ്ങൾ കൈപ്പത്തിൽ ജയിച്ച മുഴുവൻ ആളുകളെയും വിട്ടുകൊടുത്ത് BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യമുണ്ടാക്കി അധികാരം കൊടുത്തില്ലേ? എത്ര സ്ഥലത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിൻ്റെ പച്ചയായ രൂപം വീണ്ടും പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി. എന്തിനേറെ പറയുന്നു, നിങ്ങൾ ശ്രീ പിണറായി വിജയനെയാണല്ലോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. ശ്രീ റോണി കെ ബേബി, നിങ്ങളോട് ഒരു ചോദ്യം, കോൺഗ്രസിനോടുള്ള ചോദ്യം. നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പിണറായി വിജയനെ തോൽപ്പിക്കാൻ മത്സരിപ്പിച്ചത് ആരെയാണ്? കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ, അതായത് പിണറായി വിജയനെ നേരിടാൻ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച രഘുനാഥ് ഇപ്പോൾ എവിടെയാ? കോൺഗ്രസിനാണോ? അല്ലല്ലോ, BJPയിലല്ലേ. പിണറായി വിജയനെതിരായി മത്സരിപ്പിച്ച ആൾ തന്നെ BJPയിലേക്ക് പോയിരിക്കുന്നു. എന്നിട്ടാണോ നിങ്ങൾ പിണറായി വിജയനെയും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും കേരളത്തിലെ ഇടതുപക്ഷത്തെയും BJP RSS ബാന്ധവം എന്നെല്ലാം പറഞ്ഞ് ആക്ഷേപിക്കാൻ വേണ്ടി വരുന്നത്? പറയുന്ന കാര്യം തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയും എന്ന ധാരണ വേണം. എണ്ണി പറഞ്ഞാൽ ഇനിയും തീരില്ല കേട്ടോ. സർവകലാശാലയുടെ വൈസ് ചാൻസലർമാരാക്കിയ ആളുകൾ അതാണല്ലോ KS രാധാകൃഷ്ണൻ. BJP ആണല്ലോ ഇപ്പോൾ. നിങ്ങൾ സർവകലാശാലയുടെ വൈസ് ചാൻസലറാക്കി പറ്റാവുന്ന സ്ഥാനങ്ങൾ മുഴുവൻ നൽകിയ ആൾ. കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലറാക്കിയ അബ്ദുൽ സലാം BJPയിലാണ്, ദേശീയ വൈസ് പ്രസിഡന്റാണ് ഇപ്പോൾ. ഇതെല്ലാം നിങ്ങൾ കേരളത്തിൽ നിന്ന് ചെയ്ത സംഭാവനയാണ് BJPക്ക് വേണ്ടി. ഇനിയും സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനൊന്നും നിങ്ങളോട് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇതൊന്നും മനസ്സിലാക്കില്ല. റോണി തിരിച്ചു ചോദിക്കും, ഇടത് സഹയാത്രികനായ റെജി ലൂക്കോസ് BJP പോയില്ലേ രാഷ്ട്രീയമായി കേട്ടോ സജീഷ്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് റോണിയുടെ. അല്ല ഞാൻ ശരത്തെ ഞാൻ അതുകൂടി അല്ല നന്നായി അത് റോണി ചോദിക്കുന്നതിന് മുമ്പ് ശരത്തിന്റെ ചോദ്യമായി വന്നുകൊണ്ട് ശ്രീ ശരത്ത് ചോദിച്ചത് നന്നായി. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സഹയാത്രികൻ എന്ന് പറയുമ്പോൾ ഞാൻ അതാണ് പറഞ്ഞത് ആദ്യം ഈ റോണിയോടും ഈ ആക്ഷേപം ഉന്നയിക്കുന്ന ആളോടും. ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ അതിനൊരു ഭരണഘടനയുണ്ടാകും. RSS ഭരണഘടന ഉണ്ടാക്കാമെന്ന ഉറപ്പിലാണല്ലോ നിരോധനം പിൻവലിക്കുന്നത്. ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ പറ്റൂ. ഒരു പാർട്ടിക്ക്, പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പരിപാടി ഉണ്ടാകും. അങ്ങനെ ഒരു പരിപാടി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളതിൽ ആ പരിപാടിയിൽ വ്യക്തമായി RSS നടത്തുന്ന ന്യൂനപക്ഷ ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ച്, ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നു. അതിന് പരിഹാരം കാണണമെന്ന് പറയുന്നു. കാശ്മീരിലെ 370-ാം വകുപ്പിനെ കുറിച്ച് ഈ പറഞ്ഞ പരിപാടികൾ കൃത്യമായി പറയുന്നു. RSS ഈ രാജ്യത്ത് ലക്ഷ്യം വെക്കുന്ന എല്ലാത്തിനെയും
പരിപാടിയിലൂടെ തന്നെ മുന്നോട്ട് വെച്ച് ഇതിനെ അവസാനിപ്പിക്കലാണ് CPIMന്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച് ആ പരിപാടി അംഗീകരിക്കുന്നവരാണ് CPIMന്റെ ഓരോ അംഗവും. നിങ്ങൾ ഈ പറഞ്ഞ സഹയാത്രികൻ എന്ന് പറയുന്നത് ഈ പരിപാടി വായിച്ചിട്ട് പോലും ഉണ്ടാവില്ല, ആ പരിപാടി കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇപ്പോൾ ശരത്തെ നമുക്കറിയാലോ, നമ്മുടെ ചർച്ചയിൽ പോലും ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ അപ്പുറത്ത് വന്നിരിക്കാറില്ലേ? ഞങ്ങൾക്ക് ഇവരെ പോലെ വേറൊരാളുടെ സപ്പോർട്ട് ആവശ്യമില്ലല്ലോ. ഇടതുപക്ഷ സഹയാത്രികൻ എന്ന് പറഞ്ഞ് വന്നിരിക്കും. അത് ആ നിലപാടിനെ ഞങ്ങളെവിടെ അംഗീകരിച്ചത്? ഇപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കാം ശ്രീ ശരത്ത്. ഒരു കാര്യം, ചില മാധ്യമങ്ങൾ ശക്തമായി CPM വേട്ട ആരംഭിച്ചപ്പോൾ അത്തരം മാധ്യമങ്ങളിൽ ചില അവതാരകളുടെ ചർച്ചകളിൽ പങ്കെടുക്കാനുണ്ട എന്ന് ഞങ്ങളോടെല്ലാം പാർട്ടി സെൻറ്റർ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞിരുന്നു. ഞങ്ങൾ പാർട്ടി സെൻറ്ററിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ പങ്കെടുക്കാത്ത ചർച്ചയിൽ പോയിരുന്ന് ആ സ്പേസ് നിറച്ചു കൊടുത്ത ആളുകളല്ലേ ഈ പറഞ്ഞ ഇപ്പോൾ പോയി എന്ന് പറയുന്ന ആൾ? പോകരുത് എന്ന പാർട്ടി തീരുമാനത്തെ ലംഘിച്ചുകൊണ്ട് ചർച്ചയിൽ പോയിരുന്ന് ഇടതുപക്ഷത്തിൻ്റെ സ്പേസ് അവിടെ ഉണ്ട് എന്ന് ഇവർക്ക് ഉള്ള ആ സ്ഥാനം ഉറപ്പാക്കി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ചയിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും തയ്യാറായി പോയ ആളെ കുറിച്ചാണോ ഇത് താരതമ്യം ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെക്കുറിച്ച്, കേരളത്തിൽ നിന്ന് ദേശീയ നേതൃത്വത്തിലേക്ക് കൊടുത്ത ആളുകളെ കുറിച്ച് ഇതെല്ലാമാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന ഒറ്റ കാര്യം കൂടി, ഏതായാലും കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്കും സാധാരണക്കാർക്കും മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഡൽഹിയിൽ ഇന്നലെ നടന്ന പോലെയുള്ള ബുൾഡോസർ രാജ് കർണാടകത്തിൽ നടക്കുന്നു, മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു, 3000-ഓളം കുടുംബങ്ങളെ ഈ കൊടും തണുപ്പിൽ ആട്ടി ഓടിക്കപ്പെടുന്നു. എന്തേ പറഞ്ഞത്? അവർക്ക് ഷെൽട്ടർ ഉണ്ടാക്കി കൊടുത്തോ റോണി കെ ബേബി? ആരെങ്കിലും സംസാരിച്ചോ അതിനെപ്പറ്റി? നിങ്ങൾ പറഞ്ഞ അവസ്ഥ എങ്ങനെ സംസാരിക്കും? നിങ്ങളുടെ അവിടുത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന DK ശിവകുമാർ ആണല്ലോ നിയമസഭയ്ക്കകത്ത് RSS ഗണഗീതം പാടിയ ആളല്ലേ. നിയമസഭയ്ക്കകത്ത് ഇന്ത്യൻ പാർലമെന്റിൽ നരേന്ദ്രമോദി ഗണഗീതം പാടിയിട്ടില്ല. കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന നിയമസഭയ്ക്കകത്ത് RSSന്റെ ഗണഗീതം പാടിയ ആളുകൾ ഭരിക്കുമ്പോൾ കർണാടകത്തിൽ ബുൾഡോസർ വരുന്നതിൽ അത്ഭുതപ്പെടാനുണ്ടോ? ഇവിടെ കോൺഗ്രസിനെ വിശ്വസിച്ച് അധികാരത്തിന് വേണ്ടി ന്യൂനപക്ഷത്തെ വഞ്ചിക്കുന്ന ഈ പറഞ്ഞ മുസ്ലിം ലീഗിനും അതിന് കൂട്ടുനിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കും മാത്രമല്ലാതെ ഇതിനൊന്നും തെരഞ്ഞെടുപ്പാനന്തരം ഇതെല്ലാം തിരിച്ചറിയുകയാണ്, ജനങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയുന്നു എന്നാണ്. വളരെ ചെറുതായിട്ടൊരു റിയാക്ഷൻ ഉണ്ടെങ്കിൽ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞങ്ങൾ കോൺഗ്രസ് പറഞ്ഞിട്ടാണോ ന്യൂനപക്ഷങ്ങൾ CPM-നെതിരായത്? PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ ഞങ്ങളാണോ പറഞ്ഞത്? നിങ്ങളെടുത്ത് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടാണോ? പ്രകാശ് ജാവ്ദേക്കർ ചർച്ച ചെയ്തത് PM-ശ്രീ പദ്ധതി നിങ്ങൾ ഒപ്പിട്ടേ ഇല്ല. നിങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടപ്പോൾ. ഞാൻ ചോദിച്ചപ്പോൾ ഈ പറയുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മാറുന്നത് ഒന്നും നടക്കാനിട്ടാണോ? ഇവിടുത്തെ അതിന് നിങ്ങൾ ഉത്തരം പറ. ഞങ്ങളാണോ നിങ്ങളെ ഈ പറയുന്ന ന്യൂനപക്ഷ വിരുദ്ധരാക്കി CPM-നെ മാറ്റിയത്? അല്ലെങ്കിൽ CPM-നെതിരെ ന്യൂനപക്ഷ നിലപാട് എടുക്കാൻ കാരണം ഞങ്ങളാണോ? നിങ്ങൾ എന്തുകൊണ്ട് PM-ശ്രീ പദ്ധതിയിൽ പോലും കൃത്യമായി ഉത്തരം പറയുന്നത്? സജീഷ് അദ്ദേഹത്തോട് പറഞ്ഞ പോലെ വളരെ ചെറുതായിട്ട് മതി ശ്രീ സജീഷ്, അതിന് മാത്രം ഒരു കാര്യം. പ്രിയപ്പെട്ട ഞാൻ അധികമൊന്നും പറയുന്നില്ല. ശ്രീ റോണി, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളപ്പോൾ എനിക്ക് നിങ്ങളോട് സംവദിക്കുമ്പോൾ പറയാനുള്ള അർഹതയെങ്കിലും മിനിമം ഉണ്ടാവണം. അത് നമ്മൾ ആലോചിക്കണം. നമ്മൾ സാധാരണ പറയും ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കിയുള്ള വിരൽ അവനവന് നേരെ. നിങ്ങൾ ഭരിക്കുന്ന സകല സംസ്ഥാനത്തും ഈ പറഞ്ഞ വഴിയിൽ പാഠ്യപദ്ധതി ഉൾപ്പെടെ തിരുത്തി കൊടുത്തിട്ട് ഈ PMC-യിൽ ഒപ്പിട്ട ആളുകളാണ്. ഇവിടെ PMC-യായി പറയട്ടെ. താങ്കൾ ഇങ്ങനെ പ്രകോപിതനാവല്ലേ പ്ലീസ്. ഞാൻ താങ്കൾ പറയുന്നതിലൊന്നും എനിക്ക് യാതൊരു പ്രശ്നമില്ല, സന്തോഷമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇത്തരം ചർച്ചകളിൽ സന്തോഷിക്കുന്നു ഞങ്ങൾ. കാരണം ഞങ്ങൾക്ക് ഇതെല്ലാം പറയാനും ജനങ്ങളെ അല്പമെങ്കിലും ബോധ്യപ്പെടുത്താനും കഴിയുന്ന അവസരങ്ങളായി ഇത്തരം ചർച്ചകളെ ഞങ്ങൾ കാണുകയാണ്. ഒരു കാര്യം, കേരളത്തിൽ ഈ പറഞ്ഞ ഒരു ദേശീയ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളും പഠിപ്പിക്കില്ല എന്ന ആർജവമുള്ള സർക്കാർ തന്നെയാണ്. അതിലൊന്നും ഒരു തർക്കവുമില്ല. അതിനനുസരിച്ചുള്ള നിലപാടും സ്വീകരിച്ചേ പോയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ SSKയുടെ ഭാഗമായിട്ട് ഉൾപ്പെടെ കിട്ടാനുള്ള ഫണ്ട് കിട്ടരുത്. നിങ്ങൾക്കൊരു ദുഷ്ട മനോഭാവമുണ്ട്, ദയവ് തിരുത്തണം. അത് ഈ സർക്കാരിനോടായിരിക്കും, പക്ഷേ അതിൻ്റെ എഫക്റ്റ് വരുന്നത് കേരളത്തിലെ ജനങ്ങളോടാണ്. കേരളത്തിന് ഏതാണ്ട് ഈ കാലയളവിൽ 2 ലക്ഷം കോടി രൂപയാണ്
വിവിധ ഇനങ്ങളിലായി തടഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ഈ പറഞ്ഞ കുട്ടികളുടെ പണമുണ്ട്, അതുപോലെ തന്നെ നെൽകർഷകരുടെ പണമുണ്ട്, പലതുമായിട്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു. നല്ല രീതിയിൽ നാം ഈ മലയാളികളാകെ ഒരുമിച്ച് നിന്ന് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ ഇപ്പോഴും വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, CPM-ന്റെ പരിപാടി ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ വാചകങ്ങൾ വായിക്കാം. കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു ഔദ്യോഗികമായിട്ടുള്ള ഈ പറഞ്ഞ സംവിധാനത്തിനകത്ത് ഒരു വരി RSS-നെതിരായി എഴുതി ചേർത്തത് കാണിക്കാൻ വേണ്ടി പറ്റും. ശരി, നമുക്ക് റോണിയോട് വീണ്ടും ചോദിക്കാം. റോണി അടുത്ത റൗണ്ടിൽ അതാണ് ശരി, നമുക്ക് അടുത്ത റൗണ്ടിൽ താങ്കളിലേക്ക് വരുമ്പോൾ താങ്കൾക്ക് അതിന് RSS-നെതിരായിട്ടുള്ള കോൺഗ്രസ് ഭരണഘടനയിൽ പറയുന്ന ഭാഗമുണ്ടെങ്കിൽ അങ്ങനെയും ആവാം. ഞാൻ നേരത്തെ ശ്രീ സജീവൻ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വളരെ ഗൗരവത്തോടെ അവതരിപ്പിച്ച പ്രശ്നങ്ങൾ ചർച്ചയാകുമ്പോൾ ഇപ്പോൾ ശബരിമലയിൽ നമ്മളത് കണ്ടു. ശബരിമലയുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയും അടൂർ പ്രകാശും ഗോവർദ്ധനും എല്ലാവരും ഈ പറഞ്ഞ ഭണ്ഡാരിയും അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ കൂടെ നിൽക്കുന്ന ചിത്രവും ഒക്കെ വന്നതിനെക്കുറിച്ച് വളരെ ഗൗരവത്തോടെ ഈ വിഷയം പൊതുസമൂഹത്തിന് മുമ്പാകെ ചർച്ചയ്ക്ക് വെച്ചത് മുഖ്യമന്ത്രിയാണ്. അതേ തുടർന്ന് എങ്ങനെ ആ വിഷയം മുന്നോട്ട് പോയി എന്നുള്ളതറിയാം. കോൺഗ്രസ്സുകാർ പലരും പല തരത്തിൽ വർത്തമാനം പറയുന്നത് കണ്ടു. BRN ഷഫീറൊക്കെ എന്തൊക്കെയോ പറഞ്ഞു വെച്ചതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. വലിയ ചർച്ചയായി മാറി. ഇപ്പോൾ ഇന്നും വാർത്താ സമ്മേളനത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന, ഇടതുപക്ഷത്തിനെതിരെ തെറ്റിദ്ധാരണ പരത്തുന്ന വിഷയങ്ങളിൽ അദ്ദേഹം അക്കമിട്ട് നിരത്തി കാര്യങ്ങൾ വിശദീകരിക്കുന്നു. നാളെ KPCC പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തുന്ന ശ്രീ സജീവൻ, ഞാൻ ചോദിച്ചത് ഒരു തരത്തിലും അതിന് നല്ലൊരു സാധ്യതയില്ല എന്ന് വിചാരിക്കുന്നയാളാണ് ഞാൻ. കാരണം വളരെ ആധികാരികമായി ഇതിന് മറുപടി പറയുക എന്ന് പറയുന്നത് ദുഷ്കരമാണ്. ആ വെല്ലുവിളി, ഉത്തരവാദിത്തം നിലവിൽ കോൺഗ്രസ് നേതാക്കൾ ഏറ്റെടുക്കാൻ യാതൊരു സാധ്യതയുമില്ല. വന്ന് നിൽക്കുന്ന മാധ്യമപ്രവർത്തകരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിൽ പോകും. പക്ഷേ വാർത്താ സമ്മേളനത്തിന് വന്നിരുന്ന് ഇതിന് ആധികാരികമായി മറുപടി പറയാൻ തയ്യാറുണ്ടോ? ആ ചോദ്യം അവിടെ ഗൗരവത്തിൽ അങ്ങനെ കിടക്കട്ടെ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, മുഖ്യമന്ത്രി ഈ വിഷയങ്ങൾ ഇങ്ങനെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ശ്രീ സജീവൻ, കേരളത്തിലെ LDF, കേരളത്തിലെ UDF-ന്, അതിൽ തന്നെ കോൺഗ്രസിനും ലീഗിനും എത്രമാത്രം അതിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയും? മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ ഓരോന്നും ചോദിക്കുന്നത് കേരളത്തിൻ്റെ ഈ ഒരു തെരഞ്ഞെടുപ്പ് സംവാദത്തിൻ്റെ ഒരു പൊതു അന്തരീക്ഷത്തെ കൂടുതൽ ശരിയായി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിനത് ഇടവരുത്തുമോ, ഗുണം ചെയ്യുമോ? മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ ക്രക്സ് എന്ന് പറയുന്നതിന്റെ കാതലെന്ന് പറയാവുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ എതിർക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഭീകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വർഗീയതയാണ്. അത് വർഗീയത ഒരു പക്ഷം മാത്രമല്ല, ഭൂരിപക്ഷം വർഗീയതയുണ്ട്, ന്യൂനപക്ഷ വർഗീയതയുണ്ട്. അതിന് രണ്ടിനെയും ഒരേപോലെ കണ്ടുകൊണ്ട് എതിർക്കുക എന്ന് പറയുന്നതാണ് മതേതര ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ചുമതല. ആ ചുമതല ഞങ്ങൾ നിർവഹിക്കും. ഞങ്ങൾ രണ്ടിനെയും ഒരേപോലെ കാണുന്നു എന്ന് പറയുമ്പോൾ ആ അടുത്ത ചോദ്യം, മുഖ്യമന്ത്രി ചോദിക്കാത്തൊരു ചോദ്യം, നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നാണ്. നാളെ KPCC പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം പോട്ടെ. എന്തായാലും പത്രസമ്മേളനം നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ നടത്തുകയാണെങ്കിൽ അദ്ദേഹം മറുപടി പറയേണ്ടത് ഇതിനാണ്: ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെ പോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ എതിർക്കും എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. അതെങ്ങനെ കഴിയും എന്നൊരു പ്രശ്നം പ്രാഥമികമായി തന്നെ അവിടേക്ക് പോകാതെ തന്നെ കോൺഗ്രസിന് മുമ്പിൽ നിൽക്കുകയല്ലേ? ഞാൻ ചോദിക്കുന്നത്, നേരത്തെ ശബരിമല ഞാൻ പരാമർശിച്ചതുപോലെ സോണിയ, അടൂർ പ്രകാശ് ആ ചിത്രം ഒക്കെ ഉണ്ടാക്കിയൊരു പുകിലുണ്ടല്ലോ, പാരഡിയിലെല്ലാമായി നിന്നു എന്നിടത്തു നിന്നാണ് ഒരു കുതിപ്പിലേക്ക് ആ വിഷയം അപ്പോൾ പോയത് എന്ന് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഈ വിഷയത്തെ ഇന്ന് ടേക്കപ്പ് ചെയ്യുമ്പോൾ കോൺഗ്രസ് മറ്റൊരർത്ഥത്തിൽ പെട്ടുപോകുന്നുണ്ടോ? അതാണ് ശരത്ത് ഞാൻ പറഞ്ഞത്. ഇതിന് KPCC പ്രസിഡന്റ് മറുപടി പറയണമെന്ന് പറയുമ്പോൾ ഈ കാര്യം കൂടി വേണമല്ലോ. ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ഉത്തരം പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ ഉത്തരം പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതിന് ഉത്തരം പറയാൻ ശരത്ത് പറഞ്ഞ പോലെ തന്നെ ഉത്തരം പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, കേവലം പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് കാര്യം തീരില്ല എന്ന് ഉറപ്പാക്കിയാണ് മുഖ്യമന്ത്രി ആ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചത് എന്നാണ്. അതെ, അത് ഇതിന് മറുപടി പറയുമ്പോൾ ചില കാര്യം എന്തുകൊണ്ട് ഇപ്പോ ചില ആളുകളോടൊപ്പം നിൽക്കുന്നു, അതായത് സുന്നികളും മുജാഹിദുകളും ഒക്കെ തനി വർഗീയവാദികൾ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഒപ്പം കൂട്ടിയതിന്റെ ഒരു ന്യായീകരണം പറയേണ്ടി വരുമല്ലോ. അത് പറയാൻ ഇവർക്ക് കഴിയുമ്പോൾ, അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. അതാണ് ജനം ഉറ്റുനോക്കുന്ന ചോദ്യം. അതേസമയം അപ്പുറത്തും ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയത അല്ലെങ്കിൽ ഹിന്ദുത്വയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഒരു നറേഷൻ സൃഷ്ടിക്കാൻ, ഇടതുപക്ഷത്തിനെതിരായ ഒരു നറേഷൻ സൃഷ്ടിക്കാൻ ഇതേ ക്യാമ്പ് ശ്രമിക്കുമ്പോൾ മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട് കൂടി പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണോ?
തീർച്ചയായിട്ടും അതാണ് മുഖ്യമന്ത്രി രണ്ടിനെയും എതിർക്കുന്നു പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഏതൊക്കെ ഘട്ടങ്ങളിൽ ആരോടൊക്കെ കൂട്ടുകൂടിയിട്ടുണ്ട് കോൺഗ്രസ് പ്രസ്ഥാനം ആരോടൊക്കെ കൂട്ടുകൂടിയിട്ടുണ്ട് എന്ന് ഉദാഹരണ സഹിതം പറയുന്നുണ്ട്. അവിടെ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരേപോലെ തന്നെ. നമ്മളിപ്പോ ഞാൻ നിൽക്കുന്ന ബേപ്പൂര് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, കോലീബി എന്ന് കേൾക്കും. അതേപോലെ തന്നെ വടകര കോലീബി ആ സമയത്തൊക്കെ മാധ്യമ പ്രവർത്തനം, പത്രപ്രവർത്തനം ഫീൽഡിൽ നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ. ഈ രണ്ട് മണ്ഡലങ്ങളിലും പോയിട്ടുള്ളതാണ്. അപ്പൊ അവിടെ എന്തൊക്കെ നടന്നു എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിനൊക്കെ ഉത്തരം പറയേണ്ട ഒരു ചുമതല കൂടി പറയുന്ന ആളുകൾക്ക് ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അതിനവർക്കുണ്ട്. ആ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ഞാൻ വേഗം റോണിയിലേക്ക്. റോണി, നേരത്തെ സജീഷ് ഉന്നയിച്ച ഒരു പ്രശ്നം താങ്കളുടെ ഓർമ്മയിലുണ്ടാകും, അതിന് മറുപടി ഉണ്ടെങ്കിലാകാം. കോൺഗ്രസ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. RSSനെ സ്ട്രെയിറ്റായി തന്നെ ശക്തമായി എതിർക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാട്ടിത്തരാമോ എന്നാണ്. മറുഭാഗത്തുണ്ട് മുമ്പ് നമ്മൾ പറഞ്ഞില്ല, കാരണം AK ആന്റണിയെക്കുറിച്ച് സംസാരിച്ചു. രമേശ് ചെന്നിത്തല CK ഗോവിന്ദൻ നായരുടെ അനുസ്മരണത്തിൽ വളരെ ശക്തമായി മുസ്ലിം ലീഗിനെ വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട്, 5ാം മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ടായത്. അതുപോലെ തന്നെ K മുരളീധരൻ വളരെ ശക്തമായി അക്കാലത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചും മുഖ്യമന്ത്രി അടക്കം എന്ന് പറഞ്ഞു, ലീഗിൽ നുഴഞ്ഞു കയറിയ തീവ്രവാദികളുടെ സ്വഭാവമാണ് ആ പാർട്ടിയിൽ പ്രകടമാകുന്നത്. K മുരളീധരൻ പറഞ്ഞ ഒരു പശ്ചാത്തലം. അതുപോലെ VD സതീശൻ മുമ്പും സൂചിപ്പിച്ചു ഞാൻ, ഈ നിലയിലൊക്കെ മുസ്ലിം ലീഗിനെ വിമർശിക്കുമ്പോഴൊന്നും അത് സമുദായത്തിനെതിരെയാണ്. പറഞ്ഞു തീവ്രവാദികളാണെന്ന് പറഞ്ഞു. അതെ, അത് ആര്യാടൻ. അപ്പോൾ ഇത് നിങ്ങൾ പറഞ്ഞാൽ അത് ലീഗിനെതിരെ എന്ന മട്ടിൽ തങ്ങി നിൽക്കും, അത് സമുദായത്തിനെതിരെ എന്നൊരു ചിത്രീകരണം ഉണ്ടാകുന്നില്ല. പക്ഷേ എല്ലാത്തരം വർഗീയതയും ശക്തമായി ചെറുത്തു തന്നെ മുന്നോട്ട് പോകും. അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചാലും ഈ രീതിയിൽ വിശദീകരിച്ചു പോകാനാണ് മുഖ്യമന്ത്രി ഇന്ന് ശ്രമിച്ചിട്ടുള്ളത്. അതാ നിങ്ങളുടെ എത്ര സ്റ്റേറ്റ്മെൻറ്റുകളാണ് മുഖ്യമന്ത്രി ഇന്ന് ഓർമ്മിപ്പിച്ചത്? റോണി കെ ബേബി, നിങ്ങളുടെ നേതാക്കളുടെ എല്ലാത്തരം വർഗീയതയും ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുന്നോട്ട് പോകും. പക്ഷെ 2009 അദ്ദേഹത്തിന്റെ കയ്യ് അബ്ദുൽ നാസർ മദനിയുടെ തോളിലും 2025 അദ്ദേഹത്തിന്റെ കയ്യ് വെള്ളാപ്പള്ളി നടേശന്റെ തോളിലുമാണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ കോൺഗ്രസിന്റെ RSS വിരുദ്ധ പോരാട്ടം എന്താണെന്ന് അറിയണമെങ്കിൽ ബഹുമാനപ്പെട്ട CPM നേതാക്കള് സഖാവ് MA ബേബിയോട് ചോദിച്ചാൽ മതി. നിങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ടല്ലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റിന്റെ ജീവൻ പോലും രക്തസാക്ഷിത്വം വരിച്ചത് RSS വിരുദ്ധ പോരാട്ടത്തിന്റെ പേരില, അത് മഹാത്മാഗാന്ധിയുടെ പേരില. 3 തവണ ഇന്ത്യ മഹാരാജ്യത്ത് RSSനെ നിരോധിച്ച പ്രസ്ഥാനത്തിന് പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന. രാഹുൽ ഗാന്ധി ഇന്ന് ഇന്ത്യയിൽ 13 കോടതികളിൽ കേസ് നടത്തുന്നുണ്ടെങ്കിൽ അവിടേക്കല്ലേ മറ്റത്തൂര് കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാര് പോയത്? എത്ര ഗ്രാമപഞ്ചായത്തുകൾ? ആ വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് പാർത്തോട് നിങ്ങളുടെ കൈരളി TVയുടെ സനോജ് സുരേന്ദ്രൻ വിളിച്ചു ചോദിക്ക്, 2 അംഗങ്ങളുള്ള SDP എങ്ങനെയാണ് അവിടെ ഈ പറയുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ജയിച്ചത്? കനിയൂർ പഞ്ചായത്ത് 2 അംഗങ്ങൾ SDP ജയിച്ചു. അവിടെ പഞ്ചായത്ത് അംഗങ്ങൾ വന്നാൽ നോക്കൂ, എല്ലാ പഞ്ചായത്ത് അംഗങ്ങളും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളാകണം. അവരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാരാക്കിയോ എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ താമരക്കുളം മാവേലിക്കരയിൽ അവിടെ സംഭവിച്ചെന്താണെന്ന് അറിയോ? അവിടെ SDPIയുടെ അംഗത്തെ കോൺഗ്രസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തിച്ചു. കോൺഗ്രസ്സുകാർ 7 വോട്ട് ചെയ്തിട്ടാണ് സംഭവിച്ചത്. എല്ലാ പഞ്ചായത്ത് അംഗങ്ങളും എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും വന്നേ പറ്റൂ. അതല്ല, അധ്യക്ഷ സ്ഥാനത്തേക്ക് താമരക്കുളത്ത് അത് സംഭവിച്ചു. അങ്ങനെ എത്ര സ്ഥലത്ത് വേണം? ചിങ്ങോലിയിൽ സംഭവിച്ചു, മറ്റത്തൂരിൽ സംഭവിച്ചു. എല്ലായിടത്തും ഈ കളി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നുണ്ട്. BJPയുമായും ചെയ്യുന്നുണ്ട്, SDPയുമായും ചെയ്യുന്നുണ്ട്. പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞോട്ടെ, വയനാട്ടിലെ ആ BJPയുടെ വോട്ട് നേടി ജയിച്ച ആളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മറ്റത്തൂരില് വൈസ് പ്രസിഡന്റ് രാജിവെച്ചു. ഇവിടെ മഹാരാഷ്ട്രയിലെ കാര്യം പറഞ്ഞു, BJPക്ക് ഒരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഞങ്ങൾ അവരെ ആരും പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. മുഴുവൻ ആളുകളെയും ഞങ്ങൾ പാർട്ടി ചോദിക്കട്ടെ, എന്തിനാണ് മണ്ണാർക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെച്ചോ? എനിക്കറിയില്ല. 2 ദിവസമായിട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെച്ചു. പ്രസിഡന്റ് കോൺഗ്രസ് അംഗമല്ല, കോൺഗ്രസ് റിബലായിരുന്നോ? ഞങ്ങളുടെ പാർട്ടി ടിക്കറ്റ് ജയിച്ച ആളല്ല. റിബലായിരുന്നോ? പാർട്ടി ടിക്കറ്റ് ജയിച്ച ആളല്ല. റിബലായിരുന്നു. ആ റിബലിന് വോട്ട് ചെയ്തതിൽ കോൺഗ്രസ്സുകാരുണ്ടോ? ആ റിബലിന് വോട്ട് ചെയ്ത് പ്രസിഡന്റ് ആക്കിയതിൽ കോൺഗ്രസ്സുകാരുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് തന്നെയാണോ BJP വോട്ട് ചെയ്തത്? മറ്റത്തൂര് അവർക്ക് തന്നെയാണോ BJPക്കാരോട് വോട്ട് ചെയ്തത്? വളരെ കൃത്യമായി തന്നെ അതിന്റെ ഭാഗമെല്ലാം ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ അംഗം അവിടെ രാജിവെച്ചു. ഞാൻ ഒരൊറ്റ ചോദ്യം മാത്രം, മണ്ണാർക്കാട് നഗരസഭയുടെ 1ാം വാർഡിൽ
അവിടെ CPM സ്ഥാനാർത്ഥിക്ക് കിട്ടിയ ഒറ്റ ശരി, വോട്ട്, ശരി, ആ ശരി. ഒറ്റ വോട്ട് കിട്ടിയ ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന് എന്തിനാണ് CPM യെസ്, നമ്മുടെ സമയം തീരുന്നതുകൊണ്ടാണ്. പക്ഷെ അപ്പോഴും മലപ്പുറവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ തന്നെ നിരവധി വിമർശനങ്ങളും ചോദ്യങ്ങളും ആക്ഷേപകരമായി അടക്കം ഉന്നയിച്ചിട്ടും ഒരു തരത്തിലും മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്നത് സമുദായത്തിനെതിരെ എന്ന ഒരു പ്രചാരണം ഉണ്ടായിട്ടില്ല. നമ്മുടെ നിൽക്കട്ടെ, ഇനി നമ്മുടെ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സതീഷ് നമുക്ക് വേഗം അവസാനിപ്പിക്കാം. ഒന്ന് ചുരുക്കി ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ ശരത്ത്, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം യഥാർത്ഥത്തിൽ ഈ കഥയുടെ ഈ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു കനകോലു തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ യഥാർത്ഥ മുഖം അഴിഞ്ഞു വീഴുകയാണ്. ഇവരുടെ അഴിമതിയുടെ ജീർണത, അത് സതീശനിലൂടെ ഇവർ RSSുമായി ഉണ്ടാക്കുന്ന ധാരണ മറ്റത്തോരും മറ്റുമായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ താങ്കൾ പറഞ്ഞ പോലെ തന്നെ അസോസിയേറ്റ് മെമ്പർ ഇപ്പോൾ അനധികൃതമായ സ്വത്ത് സമ്പാദനത്തിന് അറസ്റ്റിലായിരിക്കുന്നു. ഇനി ഇവരെല്ലാം ഈ പറഞ്ഞ തെറ്റിൻ്റെ ഒരു കൂടാരം, ആ കൂടാരം ഇതാ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ അഭിമാനത്തോടു കൂടി ഈ സമൂഹത്തോട് പറയുന്നു, കേരളം മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വരും. ഏതാണ്ട് 35-ലധികം 40ഓളം മണ്ഡലങ്ങളിൽ നെക്കിനായി നിൽക്കുകയാണ്. 60ഓളം മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് ലീഡുമുണ്ട്. മറ്റുള്ള മണ്ഡലങ്ങൾ കൂടി ഇടതുപക്ഷം, ഈ ശരിയുടെ പക്ഷം മുന്നോട്ട് പോകും. അത് കേരളത്തിൻ്റെ പൊതു ആവശ്യമാണ്. അത് നിങ്ങൾ ഈ വിവാദമുണ്ടാക്കി നിങ്ങളെ സഹായിക്കാൻ കേരളത്തിൽ 5-6 ചാനലുകളുണ്ട് എന്ന് കരുതി ഇതൊന്നും നടക്കുമെന്ന് കരുതരുത്. പിന്നെ ദയവ് ചെയ്ത് മഹാത്മാഗാന്ധിയെ ഒന്നും കോൺഗ്രസിൻ്റെ RSS വിരുദ്ധ നിലപാടിനെതിരായി കോട്ട് ചെയ്യരുത്. അതിനുള്ള അവകാശം പോലും ഇന്നത്തെ കോൺഗ്രസിനില്ല. ഞാൻ കേട്ടപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്നൊക്കെ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. എൻ്റെ അറിവിൽ അങ്ങനെയില്ല. അപ്പോൾ മഹാത്മാഗാന്ധിയാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി എല്ലാ ആളുകളും എന്താണ് സന്ധി ചെയ്യുകയാണ്. ഏറ്റവും ഒടുവിൽ റോബർട്ട് വധേര ഉണ്ടല്ലോ, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്, BJPയുടെ ഇലക്ഷൻ ഫണ്ടിലേക്ക് 170 കോടി രൂപ കൊടുത്ത മഹാൻ, ആ മഹാൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഇന്ത്യയിൽ മതന്യൂനപക്ഷത്തെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്ന ഇന്ത്യയിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഗോവയിലെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി പഴയ കോൺഗ്രസിന്റെ നേതാവാണ്. അതായത് ന്യൂനപക്ഷ വേട്ടയ്ക്ക് BJPക്ക് വേണ്ടി ആളെ കൊടുക്കുന്ന പണിയാണ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഉടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. ഇപ്പോൾ അധികാരത്തിന്റെ ദുരമൂത്ത ലീഗ് അധികാരത്തിന് വേണ്ടി ന്യൂനപക്ഷത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടാകും. പക്ഷേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാവർക്കും ഈ തെറ്റിദ്ധാരണ മാറി. കാരണം ഇവരുടെ അഹങ്കാരം, ഇവരുടെ രീതികൾ എല്ലാം പൊട്ടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ഒരു കനകോലു വിചാരിച്ചാലും, കനകോലുവിന് കോടികൾ കൊടുത്താലും കേരളത്തിന്റെ ഈ പറഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തെ മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിനുള്ള സാക്ഷരതയും ബോധവും എന്താണ് വൈജ്ഞാനിക തലത്തിലുള്ള അറിവും എല്ലാം കേരളത്തിനുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി വളരെ ശക്തമായി തന്നെ വർഗീയതയ്ക്കെതിരായ ഇടതുപക്ഷത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ആ കാലവും ആ ചരിത്ര പോരാട്ടത്തെ ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എവിടെയാണ് UDF ദുർബലപ്പെട്ടത്, കൃത്യമായ നിലപാടുകളില്ലാതെ നിന്നിട്ടുള്ളത് എന്ന് വസ്തുതകൾ നിരത്തി സംസാരിച്ചുകൊണ്ടാണ് കാര്യങ്ങളെക്കുറിച്ച് ഒരു താരതമ്യം തന്നെ ഇന്ന് ജനങ്ങൾക്ക് മുമ്പിൽ നടത്തിയത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.